ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഇൻകം ടാക്സിൽ തേർഡ് ഹെഡ് ഓഫ് ഇൻകം ആണ് പഠിക്കാൻ പോകുന്നത്. ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ. ഫസ്റ്റ് നമുക്ക് ഇതിന്റെ ബിസിനസ് എന്താണ്, പ്രൊഫഷൻ എന്താണ്, അതിന്റെ ഡെഫിനിഷൻ കാര്യങ്ങളൊക്കെ നോക്കാം. എന്നിട്ട് ഇന്ന് നമുക്ക് അതിന്റെ ഇൻട്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ ഇന്ന് പഠിക്കാം. ആക്ച്വലി ഇതൊരു വലിയ ലെസൺ ആണ്. ഫസ്റ്റ് ഇന്ന് നമുക്ക് മാക്സിമം ഇൻട്രൊഡക്ഷൻ പാർട്ടൊക്കെ ഫുള്ളി ഫിനിഷ് ചെയ്യാൻ നോക്കാം. ആദ്യമായിട്ട് നമ്മൾ നോക്കേണ്ടത് ബിസിനസിന്റെ ഡെഫിനേഷൻ ആണ്. അപ്പോൾ ബിസിനസ് എന്ന് പറയുന്നത് നിങ്ങൾ ഒരുപാട് തവണ കേട്ടിട്ടുള്ള ഒരു ടേം ആയിരിക്കും. ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു ടേം ആയിട്ട് പോലും നമുക്കിത് പറയാൻ പറ്റും. എനിവേ ഇൻകം ടാക്സിൽ ബിസിനസ് എന്നുള്ളതിന് അവർ പറഞ്ഞിട്ടുള്ള ഒരു ഡെഫിനേഷൻ ഉണ്ട്. ഒരു ഇൻക്ലൂസീവ് ഡെഫിനേഷൻ ആണ് തന്നിട്ടുള്ളത്. ആസ് പെർ സെക്ഷൻ 231, ബിസിനസ് ഇൻക്ലൂഡ്സ് എനി ട്രേഡ്, കോമേഴ്സ് ഓർ മാനുഫാക്ചർ ഓർ എനി അഡ്വഞ്ചർ ഓർ കൺസേൺ ഇൻ ദ നേച്ചർ ഓഫ് ട്രേഡ്, കോമേഴ്സ് ഓർ മാനുഫാക്ചർ. ട്രേഡ് എന്ന് വെച്ചാൽ നമുക്ക് സിമ്പിൾ ലാംഗ്വേജിൽ പറയുകയാണെങ്കിൽ ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ്, അതിനെയാണ് നമ്മൾ ട്രേഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. കോമേഴ്സ് എന്ന് വെച്ചാൽ ട്രേഡ് ആൻഡ് എയ്ഡ്സ് ടു ട്രേഡ്. എയ്ഡ്സ് ടു ട്രേഡ് എന്ന് പറയുമ്പോൾ ഈ ട്രേഡ് എന്ന് പറയുന്നത് ഇൻ ഐസൊലേഷൻ, അതിന് ഒറ്റയ്ക്ക് അങ്ങോട്ട് നടക്കാൻ പറ്റില്ല. ട്രേഡ് എന്ന് പറയുന്നത് ഇപ്പോൾ ബൈയിങ്ങും സെല്ലിങ്ങും നടക്കണമെങ്കിൽ അതിനെ സഹായിക്കാൻ അതിന്റെ ചുറ്റുപാടും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ആവശ്യമുണ്ട്. അതായത് നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി ആവശ്യമുണ്ട്, പിന്നെ നോക്കിക്കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റി ആവശ്യമുണ്ട്, പിന്നെ നോക്കിക്കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ സർവീസസ് നമുക്ക് ആവശ്യമുണ്ട്, അല്ലെ? ഒരു ട്രേഡ് നടക്കണം എന്നുണ്ടെങ്കിൽ അതിന് ഒരുപാട് കാര്യങ്ങൾ അതിന്റെ ബാക്കിൽ നിന്ന് പ്രവർത്തിക്കുന്നുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ളതൊക്കെ പെടുന്നതാണ് കോമേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ബിസിനസ് എന്ന് പറയുന്നത് ട്രേഡും ഉൾപ്പെടും, കോമേഴ്സും ഉൾപ്പെടും, അതുപോലെ തന്നെ മാനുഫാക്ചറും ഉൾപ്പെടും. അപ്പോൾ ഏകദേശം നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇതൊരു വളരെ വൈഡ് ആയിട്ടുള്ള ഡെഫിനേഷൻ ആണ്. ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഇനിയിപ്പോൾ ട്രേഡും കോമേഴ്സും മാനുഫാക്ചറും അല്ല എന്നുണ്ടെങ്കിൽ എനി അഡ്വഞ്ചർ ഓർ കൺസേൺ ഇൻ ദ നേച്ചർ ഓഫ് ട്രേഡ്, കോമേഴ്സ് ഓർ മാനുഫാക്ചർ, അങ്ങനെയാണ് അവർ ഡെഫിനേഷൻ പറഞ്ഞിരിക്കുന്നത്. ട്രേഡ്, കോമേഴ്സ്, മാനുഫാക്ചറിലല്ല നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ, അതുപോലെയുള്ളതാണെങ്കിൽ പോലും അതും ബിസിനസ് എന്നുള്ള ഡെഫിനേഷനിൽ പെടും. അപ്പൊ നോർമലി നമുക്ക് അറിയാവുന്ന ബിസിനസ് ഉണ്ടല്ലോ, അതിനെ തന്നെ നിങ്ങൾ ബിസിനസ് എന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. അതായത് ഇതൊരു ഇക്കണോമിക് ആക്ടിവിറ്റി ആയിരിക്കണം. ഇക്കണോമിക് ആക്ടിവിറ്റി എന്ന് വെച്ചാൽ പ്രോഫിറ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ആയിരിക്കണം. പിന്നെ റെക്കറിങ് നേച്ചറിലുള്ളതിനെയാണ് പൊതുവെ നമ്മൾ ബിസിനസ് എന്ന് പറയാറുള്ളൂ. അതായത് സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, റെക്കറിങ് എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നതാണെങ്കിൽ നമ്മൾ ബിസിനസ് എന്ന് പറയാറുള്ളൂ. എങ്കിലും ചില സന്ദർഭങ്ങളിൽ ചില ഐസൊലേറ്റഡ് ട്രാൻസാക്ഷനെയും ബിസിനസ് എന്നുള്ളതിൽ പെടുത്തിയിട്ട് ടാക്സ് അടപ്പിക്കേണ്ടതായിട്ട് വരും. അതൊക്കെ ഓരോ സിറ്റുവേഷൻ അനുസരിച്ചിട്ടാണ്. നോർമലി നമ്മൾ നോക്കുമ്പോൾ ബിസിനസ് എന്ന് പറയുന്നത് ആൾക്കാർ ചെയ്യുന്നത് റെക്കറിങ് നേച്ചർ ഉള്ളത് തന്നെയാണ്, എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇക്കണോമിക് ആക്ടിവിറ്റി തന്നെയാണ്. ഇൻകം ടാക്സ് പർപ്പസിന് ചില സാഹചര്യങ്ങളിൽ ചിലപ്പോൾ ഐസൊലേറ്റഡ് ആയിട്ട് ഒറ്റ തവണ ചെയ്ത ട്രാൻസാക്ഷൻ ആയിരിക്കാം, ചിലപ്പോൾ അങ്ങനെയുള്ള ഇതും നമ്മൾ ബിസിനസ്സിൽ ഉൾപ്പെടുത്തും. അപ്പോൾ ഒരു ട്രാൻസാക്ഷൻ അത് ബിസിനസ് ട്രാൻസാക്ഷൻ ആണോ അല്ലയോ എന്ന് നമ്മൾ ജഡ്ജ് ചെയ്യുന്നത് ചില ഫാക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ്. അതിൽ കുറച്ച് ഫാക്ടേഴ്സ് അവർ നമുക്ക് തന്നിട്ടുണ്ട്. അതായത് ഇപ്പൊ നേച്ചർ ഓഫ് ദ കമോഡിറ്റി, എന്ത് കമോഡിറ്റിയാണ്, അതിനനുസരിച്ച് നമ്മളത് ബിസിനസ് ആണോ അല്ലയോ എന്നുള്ളത് ചിലപ്പോൾ തീരുമാനിക്കേണ്ടതായിട്ട് വരും. പിന്നെ ഇന്റൻഷൻ ഓഫ് ദ പാർട്ടി, ഇത് വിൽക്കുന്ന ആളുടെ ഇന്റൻഷൻ എന്തായിരുന്നു, അയാളത് എന്തുകൊണ്ടാണ് അത് സംഭവം വിറ്റിട്ടുണ്ടാവുക, അയാൾക്ക് ആ ട്രാൻസാക്ഷൻ നടത്തിയിട്ട് എന്താണ് അയാൾ അതിന്റെ മോട്ടീവ് എന്തായിരുന്നു, ഇന്റൻഷൻ എന്തായിരുന്നു, പിന്നെ ആ ട്രാൻസാക്ഷൻ നടത്തുന്നതിനായിട്ട് അയാൾ എത്രത്തോളം എഫേർട്സ് ഇട്ടിട്ടുണ്ട്, അതിനനുസരിച്ചിട്ട് നമുക്ക് ആ ട്രാൻസാക്ഷൻ ബിസിനസ് ആണോ അല്ലയോ എന്നുള്ളത് പറയാം. അതുപോലെ തന്നെ പീരിയോഡിസിറ്റി ഓഫ് ട്രാൻസാക്ഷൻ, നമ്മൾ എത്ര തവണ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം അത് റെക്കറിങ് ആണോ അല്ല എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ട്. അതുപോലെ നേച്ചർ ഓഫ് ദ ട്രാൻസാക്ഷൻ, അത് ബിസിനസ്സുമായി റിലേറ്റഡ് ആയിട്ടുള്ളതാണോ അല്ലയോ. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് ഫാക്ടേഴ്സിന്റെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ ഒരു ട്രാൻസാക്ഷൻ ബിസിനസ് ട്രാൻസാക്ഷൻ ആണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത്. അപ്പൊ ബിസിനസ് എന്ന് വെച്ചാൽ എന്താന്നുള്ളതിന് ഒരു ജനറൽ ഐഡിയ ഉണ്ടാക്കി വെക്കുക. അപ്പൊ ബിസിനസ് എന്ന് പറയുന്നത് ട്രേഡ്, കോമേഴ്സ്, മാനുഫാക്ചർ അങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അതുപോലെയുള്ളതിനെയൊക്കെ നമ്മൾ ബിസിനസ് എന്ന് പറയും. നോർമലി ഇറ്റ് ഈസ് എൻ ഇക്കണോമിക് ആക്ടിവിറ്റി ആസ് വെൽ ആസ് എ റെക്കറിംഗ് ആക്ടിവിറ്റി. എപ്പോഴും റെക്കറിംഗ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ആയിരിക്കും. ബട്ട് ഇൻ സം സിറ്റുവേഷൻസ് ഐസൊലേറ്റഡ് ട്രാൻസാക്ഷൻസ് ആർ ഓൾസോ ട്രീറ്റഡ് ആസ് ബിസിനസ്. പിന്നെ ബിസിനസ് ആണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് ചില ഫാക്ടേഴ്സ് ഉണ്ട്. അതിനെ ബേസ് ചെയ്ത് നമ്മളത് ബിസിനസ് ആണോ അല്ലയോ എന്ന് തീരുമാനിക്കും. അപ്പൊ ഇങ്ങനെയുള്ള ബിസിനസ് എന്ന് കിട്ടുന്ന ഇൻകം, അല്ലെ, ഈ ബിസിനസ് എന്ന് കിട്ടുന്ന ചില ഇൻകംസ് ഈ ഒരു ഹെഡിൽ ടാക്സബിൾ ആണ്. അപ്പൊ ഏതൊക്കെ ഇൻകം ആണെന്നുള്ളത് നമുക്ക് പഠിക്കാം. അതിനു മുന്നേ നമ്മൾ അടുത്ത ഒരു ടേം മനസ്സിലാക്കേണ്ടതുണ്ട്, അതായത് പ്രൊഫഷൻ. പ്രൊഫഷൻ എന്ന് പറയുന്നതിനും അവർ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് സെക്ഷൻ 236 പ്രകാരമാണ്.
അപ്പോൾ സെക്ഷൻ 236 പ്രകാരം പ്രൊഫഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഇൻക്ലൂഡ്സ് വൊക്കേഷൻ. വൊക്കേഷൻ ഇൻക്ലൂഡഡ് ആണെന്ന് പറയുന്നുണ്ട്. വൊക്കേഷൻ എന്താന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം പ്രൊഫഷൻ എന്താന്നുള്ളത് നല്ല രീതിയിൽ മനസ്സിലാക്കാം. അപ്പോൾ പ്രൊഫഷൻ എന്ന് പറയുന്നതും നോർമലി എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു ജനറൽ ടേം തന്നെയാണ്. ഫോർ എക്സാമ്പിൾ നമ്മൾ കോമേഴ്സ് ഫീൽഡിലുള്ള ആൾക്കാരായതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ നമ്മൾ മനസ്സിലാക്കുന്ന പ്രൊഫഷൻസ് ആണ് ചാർട്ടേഡ് അക്കൗണ്ടന്റ്, കോസ്റ്റ് അക്കൗണ്ടന്റ്, കമ്പനി സെക്രട്ടറി ഒക്കെ അല്ലെ. എന്നാൽ ജനറലി എല്ലാവർക്കും അറിയാവുന്ന പ്രൊഫഷൻസ് ആണ് ഡോക്ടർ, ലോയർ, എഞ്ചിനീയർ അല്ലെ. അങ്ങനെയുള്ളതൊക്കെ നമ്മൾ ചെറുപ്പം മുതലേ കേട്ട് വരുന്നതായിരിക്കും ഡോക്ടർ എന്ന് പറയുന്ന പ്രൊഫഷനൊക്കെ. അപ്പൊ ഈ പ്രൊഫഷൻസിന്റെ ഒക്കെ പ്രത്യേകത എന്താന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അതായത് ഈ പ്രൊഫഷന്റെ ഒക്കെ പ്രത്യേകത എന്ന് പറയുന്നത് ഫസ്റ്റത്തെ കാര്യം, ഇതിനൊക്കെ ഒരു ക്വാളിഫിക്കേഷൻ അത്യാവശ്യമാണ് അല്ലെ. ഇപ്പൊ ഡോക്ടർ ആവണം എന്നുണ്ടെങ്കിൽ MBBS കഴിഞ്ഞിരിക്കണം, അല്ലാത്തവരെ ഡോക്ടർ എന്ന് വിളിക്കാൻ പറ്റും? പറ്റില്ല. അപ്പോൾ ഡോക്ടർ ആവണമെങ്കിൽ അതിന് അതിൻ്റെതായിട്ടുള്ള ക്വാളിഫിക്കേഷൻ വേണം. അതുപോലെ ഇപ്പോൾ അഡ്വക്കേറ്റ് ആവണമെങ്കിൽ LLB ക്ലിയർ ചെയ്യണം. അതുപോലെ ഇപ്പോൾ CA ആണെങ്കിൽ അതിന്റെ ക്വാളിഫിക്കേഷൻ വേണം. കോസ്റ്റ് അക്കൗണ്ടന്റ് ആണെങ്കിൽ അതിന്റെ ക്വാളിഫിക്കേഷൻ വേണം. അപ്പോൾ നമുക്കൊക്കെ ചില എന്താ പറയുക, കുറച്ചൊരു ഇന്റലക്ച്വൽ സ്കിൽ എന്ന് അവർ പറയുന്നുണ്ട്. ഇന്റലക്ച്വൽ സ്കിൽ എന്ന് വെച്ചാൽ നമ്മൾ പഠിച്ചു നേടേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതുപോലെ ചില കാര്യങ്ങൾ ട്രെയിനിങ്ങിലൂടെ നമുക്ക് നേടേണ്ട ചില കാര്യങ്ങളുണ്ട് അല്ലെ. എക്സ്പീരിയൻസിലൂടെ നമുക്ക് കിട്ടേണ്ട ചില കാര്യങ്ങളുണ്ട്. എപ്പോഴും ബുക്ക് നോളേജ് മാത്രം നമുക്ക് മതിയാവില്ല. പല കാര്യങ്ങളും നമുക്ക് ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് കിട്ടുമ്പോൾ മാത്രമേ മനസ്സിലാവുള്ളൂ. അപ്പൊ അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ പ്രൊഫഷൻ എന്ന് പറയുന്നത്. നമ്മൾ പഠിച്ചെടുത്ത് അതുപോലെ കണ്ട് ഒക്കെ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് ഈ പ്രൊഫഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത് വളരെയധികം ക്ഷമയോടെ നമ്മൾ പഠിച്ചു നേടുന്ന ഒരു കാര്യമാണെന്നാണ് അവർ പറയുന്നത്. അതുപോലെ തന്നെ വിത്ത് എക്സ്പീരിയൻസ് നമുക്കത് ഇമ്പ്രൂവ് ചെയ്യാനും സാധിക്കും. അപ്പൊ നമ്മൾ അതിനെ പ്രൊഫഷൻ എന്ന് പറയുന്നു. അപ്പൊ വൊക്കേഷൻ എന്ന് വെച്ചാൽ എന്താണ്? വൊക്കേഷൻ എന്ന് വെച്ചാൽ നമ്മുടെ നാച്ചുറൽ എബിലിറ്റി വെച്ച് നമുക്ക് ചെയ്യുന്ന വർക്കിനെയാണ് നമ്മൾ വൊക്കേഷൻ എന്ന് പറയുന്നത്. നാച്ചുറൽ എബിലിറ്റി എന്ന് വെച്ചാൽ ഇപ്പോൾ ചില ആൾക്കാർക്ക് പാട്ട് പാടാനുള്ള കഴിവുണ്ടാവും, ചിലവർക്ക് ഡാൻസ് കളിക്കാനുള്ള കഴിവായിരിക്കും, ചിലവർക്കാണെങ്കിൽ ചിത്രം വരയ്ക്കാനുള്ള കഴിവായിരിക്കും അല്ലെ. ചിലവർ കണ്ടിട്ടില്ല, അവർ വളരെ സ്കിൽഫുള്ളി അവരത് ചെയ്യും, പഠിച്ച ആൾക്കാരെ പോലെ തന്നെ ചെയ്യും. ചിലവർക്ക് അത് ജന്മനാ കിട്ടുന്നതാണ് അല്ലെ, പഠിച്ചിട്ടൊന്നും ഉണ്ടാവില്ല, പക്ഷെ അവർ നല്ല രീതിയിൽ ആ കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പൊ അതിനെയാണ് നമ്മൾ വൊക്കേഷൻ എന്ന് പറയുന്നത്. ഒരാൾക്ക് ആ ജന്മനാ ഉള്ള കഴിവായിരിക്കാം അങ്ങനെയുള്ളത്, പക്ഷെ അതിന്ന് അവർക്കൊരു ഏർണിംഗ് കപ്പാസിറ്റി ഉണ്ടായിരിക്കണം. അവർക്ക് അതിനെ മോണിറ്റൈസ് ചെയ്യാൻ സാധിക്കണം. അത് വെച്ച് അവർക്ക് ഏൺ ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ വൊക്കേഷൻ എന്ന് പറയും. അപ്പോൾ വൊക്കേഷൻ എന്ന് പറയുന്നത് അത് ഒരു ഏർണിംഗ് ഫീച്ചർ ഉള്ള ഒരു നാച്ചുറൽ സ്കില്ലാണെന്ന് നമുക്ക് പറയാം. അതിന് സ്പെഷ്യൽ ഡിഗ്രിയോ അല്ലെങ്കിൽ ട്രെയിനിങ്ങിന്റെ ഒന്നും ആവശ്യമില്ല. ചിലവർ ഡിഗ്രി ഒക്കെ എടുക്കും, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. എടുത്താൽ നമ്മൾ അതിനെ പ്രൊഫഷൻ എന്ന് വിളിക്കാം. ഇനി എടുത്തിട്ടില്ലെങ്കിൽ അതിനെ നമുക്ക് വൊക്കേഷൻ എന്ന് വിളിക്കാം. അപ്പോൾ എനിവേ ഇതിങ്ങനെ ടേംസ് ഞാൻ പറഞ്ഞേ ഉള്ളൂ. ഇൻകം ടാക്സ് പർപ്പസിന് നമുക്കിപ്പോൾ പ്രൊഫഷൻ ആണെങ്കിലും വൊക്കേഷൻ ആണെങ്കിലും ബിസിനസ് ആണെങ്കിലും എല്ലാം ഈ ഒരു ഹെഡിൽ തന്നെയാണ് ടാക്സബിൾ. ഇൻകം ഫ്രം ഇൻകംസ് അല്ലെങ്കിൽ പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ എന്നുള്ള ഹെഡിൽ തന്നെയാണ് നമുക്കെല്ലാം ടാക്സബിൾ. അതുകൊണ്ട് തന്നെ നമ്മൾ ഡിഫറൻസ് ഉണ്ടെങ്കിലും അത് മനസ്സിലാക്കിയിട്ടില്ലെങ്കിലും നമുക്ക് ഒരേപോലെ തന്നെയാണ്. കാരണം എല്ലാ ഇൻകം ഈ ഒരു ഹെഡിൽ നമുക്ക് ടാക്സ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ ഇപ്പൊ നമ്മൾ മനസ്സിലാക്കിയത് ബിസിനസ് എന്താണ്, പ്രൊഫഷൻ എന്താണ്, വൊക്കേഷൻ എന്താണ്, ഇത് മൂന്നിനെ കുറിച്ചും ഒരു ജനറൽ ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. അടുത്തത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു ഹെഡിൽ എന്തൊക്കെ ഇൻകം ആണ് ടാക്സബിൾ അതറിയണമല്ലോ. എന്തൊക്കെ ഇൻകം ആണ് ഈ ഒരു ഹെഡിൽ ടാക്സബിൾ? നമ്മൾ ഓരോ ഹെഡ് പഠിക്കുമ്പോഴും ആ ഹെഡിൽ എന്ത് ഇൻകം ആണ് ടാക്സബിൾ എന്നുള്ളത് പഠിക്കാറുണ്ട്. അപ്പൊ ഈ ഒരു ഹെഡിലും അതുപോലെ എന്ത് ഇൻകം ആണ് ടാക്സബിൾ അത് സെക്ഷൻ 28 പറഞ്ഞിട്ടുള്ളത്. അപ്പൊ സെക്ഷൻ 28 പ്രകാരം ടാക്സബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ, ഈ ഒരു ഹെഡിൽ ടാക്സബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാന്നുള്ളത് നോക്കാം. ഫസ്റ്റത്തെ പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് ഓഫ് എനി ബിസിനസ് ഓർ പ്രൊഫഷൻ. നമ്മുടെ ബിസിനസ് അല്ലെങ്കിൽ നമ്മുടെ പ്രൊഫഷനിലെ വൊക്കേഷൻ ഇൻക്ലൂഡഡ് ആണ്, അതുകൊണ്ട് ഇനി പ്രത്യേകം വൊക്കേഷൻ എന്ന് പറയില്ല. അപ്പൊ ബിസിനസ് അല്ലെങ്കിൽ പ്രൊഫഷൻ എന്ന് നമ്മൾ ഉണ്ടാക്കുന്ന നമ്മുടെ പ്രോഫിറ്റ്സ് അല്ലെങ്കിൽ ഗെയിൻസ്. പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് അപ്പോൾ ലാഭം അല്ലെ. പ്രോഫിറ്റ്സ് എന്ന് പറയുമ്പോൾ ലാഭം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ 8 രൂപയ്ക്ക് ഒരു പേന വാങ്ങിച്ചു, എന്നിട്ട് അത് 10 രൂപയ്ക്ക് വിറ്റു. ഇവിടെ എന്റെ ഇൻകം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 10 രൂപ എന്നുള്ളതാണ് എന്റെ ഇൻകം. എന്റെ വിറ്റ് വരവ് അല്ലെങ്കിൽ സെയിൽ വാല്യൂ എന്ന് പറയുന്നത് 10 റുപ്പീസ് ആണ്. പക്ഷെ അവിടെ പ്രോഫിറ്റ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 10 - 8 2 റുപ്പീസ് ആണ് എന്റെ അവിടുത്തെ പ്രോഫിറ്റ് അല്ലെ. അപ്പൊ ഈ ഒരു ഹെഡിൽ എന്താണ് ടാക്സബിൾ? 10 റുപ്പീസ് ആണോ അല്ല 2 റുപ്പീസ് ആണോ? 2 റുപ്പീസ് ആണ്. 2 രൂപയാണ് ടാക്സബിൾ, കാരണം അതാണ് നമ്മുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിപ്പോ ഞാൻ ജസ്റ്റ് ഏറ്റവും ബേസിക് ആയിട്ട് ഒരു എക്സാമ്പിൾ ആണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് സാധാരണ ബിസിനസ്സിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നമുക്ക് എത്ര ട്രാൻസാക്ഷൻ ഉണ്ടാവും അല്ലെ, എത്ര തരത്തിലുള്ള എക്സ്പെൻസസ് നമുക്ക് അവിടെ ഉണ്ടായിട്ടുണ്ടാവും. മേ ബി ഇൻകം ഫുള്ളി ഒന്നാണെന്ന് വിചാരിക്കാം, ഫുള്ളി നമ്മുടെ പ്രോഡക്റ്റ് സെല് ചെയ്തിട്ടാന്ന് വിചാരിക്കാം. പക്ഷെ എക്സ്പെൻസസ് എന്ന് പറയുന്നത് നമുക്ക് അത്രയും ഡിഫറെന്റ്
ടൈപ്സ് ഓഫ് എക്സ്പെൻസസ് ഉണ്ടാവും. അപ്പൊ അതിൽ ഏതൊക്കെ എക്സ്പെൻസസ് ആണ് നമുക്ക് അലൗബിൾ, എങ്ങനെയാണ് നമ്മൾ ഈ പ്രോഫിറ്റ് അറൈവ് ചെയ്യേണ്ടത്, ഏതൊക്കെ നമ്മൾ എടുക്കാൻ പാടും, അതായത് ഏതൊക്കെ നമുക്ക് മൈനസ് ചെയ്തിട്ടാണ് ഈ പ്രോഫിറ്റ് കണ്ടെത്തേണ്ടത്, അങ്ങനെ എല്ലാം മൈനസ് ചെയ്യാൻ പറ്റുമോ, അങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നമുക്ക് ഈ ഒരു ഹെഡ് പഠിച്ചാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. അതായത് എല്ലാ എക്സ്പെൻസസും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മൈനസ് ചെയ്യാൻ പറ്റില്ല. അതിന് ഓരോന്നിനും അവർ ഓരോ നിയമങ്ങൾ വെച്ചിട്ടുണ്ട്. ചിലത് ക്യാഷ് ബേസിസിൽ അടച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ എടുക്കാൻ പാടുള്ളൂ എന്ന് പറയും, ചിലത് അക്രൂവൽ ബേസിസിൽ എടുത്തോളാൻ പറയും, ചില എക്സ്പെൻസസ് പേഴ്സണൽ നേച്ചറാണ് അതുകൊണ്ട് നിങ്ങൾ മൈനസ് ചെയ്യരുത് എന്ന് പറയും. അപ്പൊ അങ്ങനെയുള്ള പല ഡിഫറെന്റ് ഡിസ്റ്റിങ്ഷൻസ് നമുക്ക് മനസ്സിലാക്കാനുണ്ട്. അതൊക്കെ നമുക്ക് വഴിയെ പഠിക്കാം. തൽക്കാലത്തേക്ക് ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു ഹെഡിൽ ടാക്സബിൾ ആവുന്നത് പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് ഓഫ് എനി ബിസിനസ് ഓർ പ്രൊഫഷൻ, നമ്മുടെ ഏത് ബിസിനസ് അല്ലെങ്കിൽ ഏത് പ്രൊഫഷൻ എന്നുള്ള നമുക്ക് ഉണ്ടാകുന്ന പ്രോഫിറ്റ്സ് അല്ലെങ്കിൽ ഗെയിൻസ് ആണ് ഈ ഒരു ഹെഡിൽ ടാക്സബിൾ എന്ന് പറയുന്നത്. രണ്ടാമത്തത് കോമ്പൻസേഷൻ ടു മാനേജ്മെന്റ് ഓർ ഏജൻസി. അപ്പോൾ ഈ ഒരു പോയിന്റിൽ പറയുന്നത് ഇപ്പോൾ ഒരു ഇന്ത്യൻ കമ്പനി അല്ലെങ്കിൽ ഇന്ത്യയിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയിൽ നിന്ന് അത് മാനേജ് ചെയ്തുകൊണ്ടിരുന്ന വ്യക്തി, അപ്പൊ മാനേജ് ചെയ്തുകൊണ്ടിരുന്ന വ്യക്തി എന്ന് പറയുമ്പോൾ അയാളെ എന്ത് പേര് പറഞ്ഞ് വിളിച്ചാലും കുഴപ്പമില്ല, ആ മാനേജ് ചെയ്തുകൊണ്ടിരുന്ന വ്യക്തി ആ ജോലി ടെർമിനേറ്റ് ചെയ്ത് പോവാണെങ്കിൽ, അല്ലെങ്കിൽ അയാളുടെ ടേംസ് ഓഫ് അപ്പോയിന്റ്മെന്റ് ഉണ്ടാവുമല്ലോ, അയാളെ അപ്പോയിന്റ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ടേംസ് വെച്ചിട്ടുണ്ടാവും, ആ ടേംസിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തുകയാണെങ്കിൽ ആ സമയത്ത് കൊടുക്കുന്ന കോമ്പൻസേഷൻ, ആ കോമ്പൻസേഷൻ അയാളുടെ കയ്യിൽ ഈ ഒരു ഹെഡിലാണ് ടാക്സ് ചെയ്യേണ്ടത്. ഒന്നുകൂടെ പറയാം, അതായത് ഇപ്പോൾ ഒരു ഇന്ത്യൻ കമ്പനിയോ അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ഒരു കമ്പനിയുടെ മാനേജ് ചെയ്യുന്ന ഒരു വ്യക്തി, മാനേജിങ് ദ അഫയേഴ്സ് ഓഫ് ദ കമ്പനി എന്നാണ് അവർ യൂസ് ചെയ്തിട്ടുള്ള ടേം. അപ്പം കമ്പനി മാനേജ് ചെയ്യുന്ന ഒരു വ്യക്തി, അയാൾ എന്ത് പേര് പറഞ്ഞ് വിളിച്ചാലും ശരി, ഇപ്പൊ മാനേജർ എന്ന് പറഞ്ഞ് വിളിച്ചാലും ഇനി വേറെ എന്ത് പേര് പറഞ്ഞ് വിളിച്ചാലും അയാൾ അവിടെ ടെർമിനേറ്റ് ചെയ്ത് പോകുന്ന സമയത്ത് അയാൾക്ക് കൊടുക്കുന്ന കോമ്പൻസേഷൻ അല്ലെങ്കിൽ അയാളുടെ ടേംസ് ഓഫ് അപ്പോയിന്റ്മെന്റിൽ എന്തെങ്കിലും ചേഞ്ചസ് കൊണ്ടുവരുമ്പോൾ അയാൾക്ക് കൊടുക്കുന്ന കോമ്പൻസേഷൻ, ആ കോമ്പൻസേഷൻ ഈ ഒരു ഹെഡിലാണ് ടാക്സബിൾ ആവുക. അതുപോലെ തന്നെ ഒരു ഏജൻസി ബിസിനസ് നിന്ന് ഒരാളെ ഒരു ഏജന്റ് ടെർമിനേറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ ടേംസിൽ മോഡിഫിക്കേഷൻസ് കൊണ്ടുവരുന്ന സമയത്ത് അയാൾക്ക് കൊടുക്കുന്ന കോമ്പൻസേഷൻ ഈ ഒരു ഹെഡിലാണ് ടാക്സബിൾ. അങ്ങനെയുള്ള ചില പോയിന്റ്സ് ആണ് ആ ഒരു സെക്കൻഡ് പോയിന്റിൽ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ഒരു ഗവൺമെന്റിന്റെ ഒരു കേസും പറഞ്ഞിട്ടുണ്ട്. അതായത് ഗവൺമെന്റ് കൺട്രോളിൽ നമ്മൾ എന്തെങ്കിലും കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, വേറെ ഏതെങ്കിലും ബിസിനസ്സോ എന്തെങ്കിലും ഗവൺമെന്റിനെ ഏൽപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് കിട്ടുന്ന കോമ്പൻസേഷൻ ഈ ഒരു ഹെഡിലാണ് ടാക്സബിൾ. ആക്ച്വലി ഈ സെക്ഷൻ 28 ഇങ്ങനെ ഇത് ഒരുപാട് പോയിന്റ്സ് പറയുന്നുണ്ട്. എല്ലാം ഒന്നും നമുക്ക് ഫുള്ളി മനസ്സിലാവില്ല, കാരണം എന്താ വെച്ചാൽ നമുക്കത് അത്ര അപ്ലിക്കേഷൻ ഉള്ളൂ, അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാ പോയിന്റ്സും നല്ലോണം നമുക്ക് ആവശ്യവും വരണില്ല. അപ്പൊ ആവശ്യമുള്ള പോയിന്റ് ഞാൻ നല്ലോണം പറഞ്ഞുതരാം. ഈ ഒരു പോയിന്റിൽ ഇപ്പൊ ഇത്രയും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ, ആ രീതിയിൽ ഞാൻ പറഞ്ഞു തന്നുണ്ട്. അപ്പോൾ ഒരു ഇന്ത്യൻ കമ്പനി അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ഒരു കമ്പനിയിൽ നിന്ന് അത് മാനേജ് ചെയ്യുന്ന ഒരു വ്യക്തി ടെർമിനേറ്റ് ചെയ്ത് പോവുക, അല്ലെങ്കിൽ അയാളുടെ ടേംസ് ഓഫ് അപ്പോയിന്റ്മെന്റിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് വരുത്തുന്ന ഒരു സാഹചര്യം, അതുപോലെ തന്നെ ഒരു ഏജൻസി ബിസിനസ് എന്ന ഏജന്റ് പോകുന്ന സമയത്ത് അയാൾക്ക് കൊടുക്കുന്ന കോമ്പൻസേഷൻ, അതുപോലെ ഗവൺമെന്റിലേക്ക് നമ്മുടെ ബിസിനസ്സിനെ ഏൽപ്പിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന കോമ്പൻസേഷൻ, ഇങ്ങനെയുള്ള കോമ്പൻസേഷൻസ് ഒക്കെ ഈ ഒരു ഹെഡിലാണ് ടാക്സബിൾ. ആ പോയിന്റ് അത്രയേ ഉള്ളൂ. അടുത്തത് ഇൻകം ഓഫ് ട്രേഡ് ഓർ പ്രൊഫഷണൽ അസോസിയേഷൻസ്. അതായത് ഇപ്പോൾ നമുക്ക് ചേംബർ ഓഫ് കോമേഴ്സ് അങ്ങനെയുള്ള ചില ട്രേഡ് അസോസിയേഷൻസ് ഒക്കെ എല്ലാവിടെയും ഉണ്ട് അല്ലെ. ഇപ്പൊ ബിസിനസ്സുകാർക്കാണെങ്കിലും അവരുടേതായിട്ടുള്ള ഒരു അസോസിയേഷൻ ഒക്കെ ഉണ്ടാവും, അവരുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനും അവരുടെ ഓരോ കാര്യങ്ങളൊക്കെ ഗവൺമെന്റിനെ അറിയിക്കാനും ഒക്കെ അസോസിയേഷൻസ് ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ളതെല്ലാ അസോസിയേഷനും എന്തെങ്കിലും ഇൻകം കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ ആ കിട്ടുന്ന ഇൻകം അത് ഈ ഒരു ഹെഡിലാണ് ടാക്സബിൾ. അപ്പൊ അങ്ങനെയുള്ള എന്തെങ്കിലും അസോസിയേഷൻസ് അവരുടെ മെമ്പേഴ്സിന് എന്തെങ്കിലും സ്പെസിഫിക് സർവീസസ് ചെയ്തിട്ട് അവർക്ക് അതിൽ നിന്ന് എന്തെങ്കിലും ഇൻകം ഉണ്ടാവുകയാണെങ്കിൽ അതിൽ നിന്നുണ്ടാവുന്ന ആ ഒരു ഇൻകത്തിന് ആ ഒരു പ്രോഫിറ്റ് ഈ ഒരു ഹെഡിലാണ് ടാക്സബിൾ. പിന്നെ എക്സ്പോർട്ട് ഇൻസെന്റീവ് എന്ന ഒരു പോയിന്റ് അവർ തന്നിട്ടുണ്ട്. അതൊരു ജനറൽ പോയിന്റ് ആണ്. അതിൽ ആക്ച്വലി ഒരുപാട് കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. അതായത് ഇപ്പൊ നമ്മൾ ഇമ്പോർട്ട് ലൈസൻസ് സെൽ ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ്, അതുപോലെ ക്യാഷ് അസിസ്റ്റൻസ് റിസീവ് ചെയ്യുന്നത്, അതുപോലെ ഡ്യൂട്ടി ഡ്രോബാക്ക്, അതൊക്കെ എക്സ്പോർട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ട കാര്യമില്ല. അപ്പൊ അങ്ങനെയുള്ള എക്സ്പോർട്ട് ഇൻസെന്റീവ്സ് വല്ലതും നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അത് ഈ ഒരു ഹെഡിലാണ് ടാക്സബിൾ. അടുത്ത പോയിന്റ് പെർക്വിസിറ്റ് ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ. നമ്മളിപ്പോൾ സാലറി എന്നുള്ള ഹെഡിൽ പെർക്വിസിറ്റ് എന്താണെന്നൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു അല്ലെ. സാലറീഡ് ആയിട്ടുള്ള ഒരു എംപ്ലോയിക്ക് കിട്ടുന്ന പെർക്വിസിറ്റ്സ് സാലറി എന്നുള്ള ഹെഡിലാണ് ടാക്സബിൾ. അതേപോലെ തന്നെ ഒരു ഇപ്പോൾ ബിസിനസ് അല്ലെങ്കിൽ പ്രൊഫഷനിലുള്ള ഒരു വ്യക്തിക്ക് എന്തെങ്കിലും പെർക്വിസിറ്റ് ആരുടെ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ അത് നാച്ചുറലി ഈ ഒരു ഹെഡിൽ ടാക്സ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അയാൾക്ക് കൊടുക്കുന്നത് അയാളുടെ എംപ്ലോയർ എന്ന് പറയാനൊന്നും ഇല്ലല്ലോ, എംപ്ലോയർ ഒന്നും ഇല്ല അല്ലെ. അപ്പൊ അയാൾക്ക് ആരുടെ എന്തെങ്കിലും പെർക്വിസിറ്റ് അയാളുടെ ബിസിനസ്സുമായി റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ പ്രൊഫഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ലഭിച്ചു കഴിഞ്ഞാൽ അത് ഈ ഒരു ഹെഡിലാണ് ടാക്സബിൾ.
അടുത്തത് റമ്യൂണറേഷൻ ടു പാർട്ട്ണർ, അതായത് ഒരു പാർട്ട്ണർക്ക് പാർട്ണർഷിപ്പ് ബിസിനസ് നിന്ന് കിട്ടുന്ന റമ്യൂണറേഷൻ ഈ ഒരു ഹെഡിലാണ് ടാക്സബിൾ. ഇത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്, അപ്പൊ നമുക്ക് ഒന്നുകൂടെ ഡിസ്കസ് ചെയ്യാം. തൽക്കാലത്തേക്ക് പാർട്ട്ണർക്ക് കിട്ടുന്ന റമ്യൂണറേഷൻ ഈ ഒരു ഹെഡിലാണ് ടാക്സബിൾ, അത് മാത്രം മനസ്സിലാക്കിയാൽ മതി. പിന്നെ അടുത്തത് എമൗണ്ട് റിസീവ്ഡ് ഓർ റിസീവബിൾ ഫോർ സർട്ടൻ എഗ്രിമെന്റ്. ഇതിലും കുറച്ച് ജനറൽ ആയിട്ട് അവർ പറയുന്നുണ്ട്. ആക്ച്വലി ഇതൊക്കെ കുറെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, നമുക്ക് അത്ര ഡീറ്റെയിൽഡ് ആയിട്ട് അവിടേക്ക് പോകാനില്ലാത്തതുകൊണ്ട് ഞാൻ കൂടുതൽ സ്പെസിഫിക് ആയിട്ട് ഫുള്ളി അങ്ങോട്ട് പറയില്ല. നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ഒന്ന് പറഞ്ഞുതരാം. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നമ്മളൊരു എഗ്രിമെന്റിൽ എത്തണം. ഞാനിപ്പോൾ ഇന്ന ബിസിനസ് ചെയ്യില്ല എന്നോ അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യില്ല എന്നോ പറഞ്ഞിട്ട് ഒരാളുമായിട്ട് എഗ്രിമെന്റിൽ എൻ്റർ ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ എൻ്റെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഞാൻ ഇന്നിപ്പോൾ ഞാൻ പറയണം, ഞാൻ ഒരു ബിസിനസ് ചെയ്യുന്നുണ്ട്, അതിൽ ഞാൻ കുറേ പ്രോഡക്ട്സുകൾ ഡീൽ ചെയ്യുന്നുണ്ട്. ഞാൻ എനിവേ ഈ ഒരു പ്രോഡക്റ്റിൽ ഡീൽ ചെയ്യില്ല, സ്പെസിഫിക് ആയിട്ട് ഒരു പ്രോഡക്റ്റ് ഞാൻ ഡീൽ ചെയ്യില്ല എന്ന് പറയുകയാണ്. അപ്പൊ ഞാൻ സ്റ്റേഷനറി ഐറ്റംസ് ആണ് ഡീൽ ചെയ്യുന്നത്. അപ്പൊ എന്റെ തൊട്ടടുത്ത് ഒരാള് പെന്ന് മാത്രം വിൽക്കുന്ന ഒരാളുണ്ട്. അയാൾ പേന മാത്രം വിൽക്കുള്ളൂ, എല്ലാ ടൈപ്പ് പെന്നും അവിടെ അവൈലബിൾ ആണ്. അപ്പൊ ഞാൻ അയാളുമായിട്ട് ഒരു എഗ്രിമെന്റിൽ എത്താണ്, ഞാൻ എന്റെ കടയിൽ പേനകളൊന്നും വിൽക്കില്ല എന്ന്. അതിന് അയാൾ എനിക്ക് എന്തെങ്കിലും കാശ് തരികയാണെങ്കിൽ അത് ഈ ഒരു ഹെഡിലാണ് ടാക്സബിൾ. അങ്ങനെയുള്ള കുറച്ച് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. പിന്നെ ആക്ച്വലി ഈ ഒരു പോയിന്റിൽ എമൗണ്ട് റിസീവ്ഡ് ഓർ റിസീവബിൾ ഫോർ സർട്ടൻ എഗ്രിമെന്റ് എന്നുള്ളതിൽ ചില കാര്യങ്ങളിൽ നമുക്ക് ക്യാപിറ്റൽ ഗെയിൻ എന്നുള്ള ഹെഡിലും ടാക്സബിൾ ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് അവിടെയും കൂടെ നോക്കിയിട്ട് അവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് വരികയാണെങ്കിൽ ഞാൻ അവിടെ നോക്കിയിട്ട് പറഞ്ഞുതരാം. തൽക്കാലത്തേക്ക് ഇങ്ങനെയുള്ള ചില എഗ്രിമെന്റ്സ് ആണ് അവരിവിടെ ഉദ്ദേശിക്കുന്നത്, അത്രയേ ഉള്ളൂ. അപ്പൊ ഞാൻ എന്തെങ്കിലും അങ്ങനെ എന്താ പറയാ എഗ്രിമെന്റിൽ എൻ്റർ ചെയ്യണം, ഞാൻ ഇന്ന കാര്യം ചെയ്യില്ല എന്ന് പറഞ്ഞ എഗ്രിമെന്റിൽ എൻ്റർ ചെയ്യുന്നതിന് എനിക്ക് കിട്ടുന്ന എമൗണ്ട്, അതുപോലെ തന്നെ നോ ഹൗ പേറ്റന്റ് കോപ്പിറൈറ്റ് ട്രേഡ് മാർക്ക് അതൊന്നും ഷെയർ ചെയ്യാതിരിക്കുന്നതിന് എനിക്ക് കിട്ടുന്ന പേയ്മെന്റ്, അതിന് കിട്ടുന്ന കോമ്പൻസേഷൻ, അതൊക്കെ ഈ ഒരു ഹെഡിലാണ് ടാക്സബിൾ. അതത്രേ ഉള്ളൂ. അടുത്തത് കീമാൻ ഇൻഷുറൻസ് പോളിസി. അപ്പൊ കീമാൻ ഇൻഷുറൻസ് പോളിസി എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ. എംപ്ലോയർ എംപ്ലോയീസിന്റെ പേരിൽ എടുക്കുന്നതാണ് കീമാൻ ഇൻഷുറൻസ് പോളിസി എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ എംപ്ലോയർ എംപ്ലോയിയുടെ പേരിൽ ഇൻഷുറൻസ് എടുത്തിട്ട് അതിന്റെ ഇൻഷുറൻസ് എടുത്ത് അത് മെച്യൂർ ആയിട്ട് അത് കയ്യിൽ കിട്ടുന്നത് എംപ്ലോയർക്കാണെങ്കിൽ അത് അയാളുടെ കയ്യിൽ ഇൻകം ഫ്രം അല്ലെങ്കിൽ ഇൻകം ചാർജബിൾ അണ്ടർ ദ ഹെഡ് PGBP-യിലാണ് അയാൾക്ക് ടാക്സബിൾ. അതായത് എംപ്ലോയർക്ക് കിട്ടുകയാണെങ്കിൽ, എംപ്ലോയിക്ക് കിട്ടുകയാണെങ്കിൽ എന്താന്നുള്ളത് നമ്മൾ സാലറിയിൽ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ എംപ്ലോയർക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എംപ്ലോയർ എംപ്ലോയിയുടെ പേരിൽ എടുത്തു, എന്നിട്ട് എംപ്ലോയർക്കാണ് ഈ എമൗണ്ട് തിരിച്ചു കിട്ടിയതെങ്കിൽ അത് അയാളുടെ കയ്യിൽ, എംപ്ലോയറുടെ കയ്യിൽ PGBP എന്നുള്ള ഹെഡിലാണ് ടാക്സബിൾ. പിന്നെ കൺവേർഷൻ ഓഫ് സ്റ്റോക്ക് ഇൻ ടു ക്യാപിറ്റൽ അസറ്റ്. നമ്മുടെ ബിസിനസ്സിലെ സ്റ്റോക്കിനെ നമ്മൾ ക്യാപിറ്റൽ അസറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത്, അതിൽ ഒരു പോർഷൻ നമുക്ക് PGBP എന്നുള്ള ഹെഡിൽ ടാക്സബിൾ ആണ്. ഇതും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാനുണ്ട്, അപ്പൊ ഞാൻ പറഞ്ഞുതരാം. അടുത്തത് റിക്കവറി അഗെയിൻസ്റ്റ് സർട്ടൻ ക്യാപിറ്റൽ അസറ്റ് കവേർഡ് അണ്ടർ സെക്ഷൻ 35AD. സെക്ഷൻ 35AD കവർ ചെയ്യുന്ന ക്യാപിറ്റൽ അസറ്റ്സ്, അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് റിക്കവറി കിട്ടിക്കഴിഞ്ഞാൽ അതും ഈ ഒരു ഹെഡിലാണ് ടാക്സബിൾ. അതും നമുക്ക് 35AD നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. അപ്പൊ അതും കൂടെ കഴിഞ്ഞാലേ നിങ്ങൾക്ക് ഫുള്ളി മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇതിലിപ്പോൾ എല്ലാ പോയിന്റും നമുക്ക് ഫുള്ളി മനസ്സിലായിണ്ടാവില്ല, എനിക്കറിയാം. ഒരു ഐഡിയക്ക് വേണ്ടി ഇപ്പൊ ഒന്ന് നോക്കിക്കുക, കാരണം ഇത് ഫസ്റ്റ് പാർട്ടിൽ തന്നെ തന്നതായതുകൊണ്ടും പിന്നെ എന്തൊക്കെ ഇൻകമാണ് ഇതിൽ ടാക്സബിൾ എന്ന് പറയാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഇത് ഇവിടെ തന്നെ പറഞ്ഞത്. അപ്പോൾ ഒരു ഐഡിയക്ക് വേണ്ടി ഇതൊന്ന് മനസ്സിലാക്കി വെക്കുക. ഫുൾ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് അത് ക്ലിയർ ആയിട്ടുണ്ടാവും. പിന്നെ ചില പോയിന്റ്സ് ഇപ്പൊ എക്സ്പോർട്ട് ഇൻസെന്റീവ്, അതുപോലെ തന്നെ കോമ്പൻസേഷൻ ടു മാനേജ്മെന്റ് ഏജൻസി, അതൊന്നും അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ക്വസ്റ്റ്യൻ പേപ്പറിലും ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ അതൊന്നും ഇമ്പോർട്ടന്റ് ആയി കണ്ടിട്ടില്ല. പക്ഷെ ഒരു ചാപ്റ്റർ മനസ്സിലാക്കണം എന്നുള്ള രീതിയിൽ അത് മനസ്സിലാക്കി വെക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയും ഇൻകം ആണ് സെക്ഷൻ 28 പ്രകാരം ഈ ഒരു ഹെഡിൽ നമുക്ക് ടാക്സബിൾ. അടുത്തത് കുറച്ച് ജനറൽ പോയിന്റ്സ് ആണ്. അതായത് ഇൻകം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ചാർജ്ഡ് ബേസ്ഡ് ഓൺ ദി മെത്തഡ് ഓഫ് അക്കൗണ്ടിങ് റെഗുലർലി ഫോളോഡ് ബൈ ദ അസസി. അതായത് PGBP എന്നുള്ള ഹെഡിൽ നമുക്ക് കിട്ടുന്ന ഇൻകം ക്യാഷ് ബേസിസ് അല്ലെങ്കിൽ അക്രൂവൽ ബേസിസ്, ഞാൻ എൻ്റെ ബിസിനസ്സിൽ ഏത് മെത്തേഡാണോ ഫോളോ ചെയ്യുന്നത് ആ മെത്തേഡ് പ്രകാരം എനിക്ക് ഇൻകം കണക്കാക്കിയാൽ മതി. ഞാൻ പൊതുവെ ക്യാഷ് ബേസിസ് ഫോളോ ചെയ്യുന്ന ഒരാളാണെങ്കിൽ എനിക്ക് ക്യാഷ് ബേസിസിൽ ഇൻകം കണക്കാക്കാം. അല്ല പൊതുവെ ഞാൻ അക്രൂവൽ ബേസിസിലാണ് എൻ്റെ ബുക്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞാൻ പൊതുവെ അതാണ് ഫോളോ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ എനിക്ക് ഇൻകം ആ ബേസിസിലോ കണക്കാക്കിയാൽ മതി, നോ പ്രോബ്ലം. പക്ഷെ there are certain expenditures specified under section 43B. 43Bയിൽ സ്പെസിഫൈ ചെയ്ത ചില എക്സ്പെൻഡിച്ചേഴ്സ് ഉണ്ട്, അത് എനിവേ ക്യാഷ് ബേസിസിൽ മാത്രമേ നമുക്ക് ഡിഡക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ക്യാഷ് ആയിട്ട് അടച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഡിഡക്ട് ചെയ്യാൻ പറ്റുള്ളൂ. സെക്ഷൻ 43B നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. തൽക്കാലത്തേക്ക് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് ഏത് മെത്തേഡിൽ വേണമെങ്കിലും, അതായത് ക്യാഷ് ബേസിസ് ആണെങ്കിൽ ക്യാഷ് ബേസിസ്, അല്ലെങ്കിൽ അക്രൂവൽ ബേസിസ് ആണെങ്കിൽ അക്രൂവൽ ബേസിസ്, ഏത് മെത്തേഡ് ഓഫ് അക്കൗണ്ടിങ് പ്രകാരം വേണമെങ്കിലും ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാം. ദർ ഇസ് നോ ഇഷ്യൂസ്. പക്ഷെ എന്താണ്, കൊല്ലം
മാറ്റി മാറ്റി ചെയ്തുകൊണ്ടിരിക്കരുത്. ഒരു കൺസിസ്റ്റൻസി വേണം അല്ലെ. ഇക്കൊല്ലം ക്യാഷ് ബേസിസ്, അടുത്ത കൊല്ലം അക്രൂവൽ, അങ്ങനെ പോയിക്കൊണ്ടിരിക്കാൻ പാടില്ല. നമ്മൾ ഏതാണോ ഫോളോ ചെയ്യുക അത് ഫോളോ ചെയ്താൽ മതി. അത് റെഗുലർലി ഫോളോ ചെയ്യുക. അതൊരു കാര്യം ശ്രദ്ധിക്കുക. പിന്നെ എക്സ്പെൻഡിച്ചറിന്റെ കേസിൽ നമുക്ക് അതും ഈ പറഞ്ഞ പോലെ നമ്മൾ ഇൻകം കണക്കാക്കുക ഇൻ ദ സെൻസ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗെയിൻസ് അല്ലെങ്കിൽ ലോസ് കണക്കാക്കുക എന്നാണ് അവർ ഉദ്ദേശിച്ചത്. അപ്പോൾ എക്സ്പെൻസ് മൈനസ് ചെയ്യണമല്ലോ. അപ്പൊ എക്സ്പെൻസ് മൈനസ് ചെയ്യുന്ന സമയത്ത് നോർമലി അതും നമ്മൾ ഏത് മെത്തേഡാണോ ഫോളോ ചെയ്യുന്നത് ആ രീതിയിൽ ചെയ്യാൻ പറ്റും. പക്ഷേ ചില എക്സ്പെൻസസ് ഉണ്ട് സെക്ഷൻ 43B പറയുന്നത്, അത് ആക്ച്വലി പേ ചെയ്താൽ മാത്രമേ നമുക്ക് ഡിഡക്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഈ ചാപ്റ്ററിന് ആക്ച്വലി ഈ 10 മാർക്കിന് ഒരു ക്വസ്റ്റ്യൻ വരാമെന്ന് പറഞ്ഞല്ലോ. അത് കൂടാതെ ചിലപ്പോൾ അല്ലാതെയും ഒരു ക്വസ്റ്റ്യൻ കൂടെ വരാറുണ്ട്. ടോട്ടലി ചിലപ്പോൾ 16 മാർക്സിനൊക്കെ ക്വസ്റ്റ്യൻ വരും. 2 ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ ചോദിക്കാറുണ്ട്. ഒരു എക്സാമിന് 43B റിലേറ്റഡ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഫുള്ളി ഒരൊറ്റ ക്വസ്റ്റ്യൻ ഞാൻ പറയുന്നില്ല, 1 or 2 ക്വസ്റ്റ്യൻസ് നമുക്ക് വരാം. അതുകൊണ്ട് ഈച്ച് ആൻഡ് എവറി പോയിന്റ് ഇമ്പോർട്ടന്റ് തന്നെയാണ്. അടുത്തത് നെഗറ്റീവ് ഇൻകം. നെഗറ്റീവ് ഇൻകം എന്ന് ഉദ്ദേശിച്ചത് പ്രോഫിറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ലാഭം മാത്രമല്ല, അവിടെ ലോസും ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ പ്രോഫിറ്റ്സ് ആണെങ്കിൽ ടാക്സബിൾ ആണ്, ലോസ് ആണെങ്കിൽ ടാക്സബിലിറ്റി വരണില്ല. പക്ഷെ അതിന് അതിൻ്റെതായിട്ടുള്ള ബെനിഫിറ്റ്സ് ഉണ്ട്, അത് നമുക്ക് നോക്കാം. അപ്പോൾ ഇൻകം എന്ന് പറയുന്നത് ഇറ്റ് ഇൻക്ലൂഡ്സ് നെഗറ്റീവ് ഇൻകം. ഇത് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിലും പഠിച്ചതാണ്. പിന്നെ നോഷണൽ പ്രോഫിറ്റ്. നോഷണൽ പ്രോഫിറ്റ് എന്നുള്ള ഒരു കൺസെപ്റ്റ് ഇല്ല. നോഷണൽ പ്രോഫിറ്റ് എന്ന് വെച്ചാൽ നമ്മൾ അസ്യൂം ചെയ്തിട്ടുള്ള പ്രോഫിറ്റ്. ഫോർ എക്സാമ്പിൾ എന്താ പറയാ, ഞാൻ എന്നോട് തന്നെ ബിസിനസ് ചെയ്തിട്ട് എനിക്ക് ലാഭം ഉണ്ടാക്കുന്ന ഒരു കാര്യമില്ലല്ലോ. ഫോർ എക്സാമ്പിൾ ഞാൻ എന്റെ ബിസിനസ് എന്ന് ഇപ്പോൾ ഞാൻ എന്ത് ബിസിനസ് ആണോ ചെയ്യുന്നത്, ഞാൻ ആ സാധനം കുറച്ച് വീട്ടിലേക്ക് എടുത്തിട്ട് പോയി വിചാരിക്കാം. ഓക്കെ, അപ്പോൾ അത് ഞാൻ വിറ്റ പോലെ കാണിക്കുക അല്ലെങ്കിൽ അതിന് എമൗണ്ട് കിട്ടിയ പോലെ കാണിച്ചു കഴിഞ്ഞാൽ അത് സെയിലിൽ ഇൻക്ലൂഡ് ചെയ്യുക, അങ്ങനെയുള്ള പരിപാടിയൊന്നുമില്ല. അത് ഡ്രോയിങ്സ് ആയിട്ടേ കണക്കാക്കുള്ളൂ. ഫോർ എക്സാമ്പിൾ ഞാൻ എന്തോ ഒരു സാധനം, ഇപ്പോൾ ഒരു ഫ്രിഡ്ജിന്റെ ഇതാണെന്ന് വിചാരിക്കാം. അപ്പോൾ ഒരു ഫ്രിഡ്ജ് ഞാൻ വീട്ടിലേക്ക് എടുത്തിട്ട് പോയി. അപ്പോൾ ആ ഫ്രിഡ്ജ് വിറ്റ പോലെ കണക്കാക്കി അതിന്റെ ലാഭം ഞാൻ എന്റെ ബുക്സിൽ കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ ഫ്രിഡ്ജ് വീട്ടിലേക്ക് എടുത്തിട്ട് പോയി അതെന്റെ പേഴ്സണൽ യൂസിനാണെങ്കിൽ നമ്മൾ അതിനെ ഡ്രോയിങ്സ് എന്ന് പറഞ്ഞിട്ടേ കാണിക്കുള്ളൂ അല്ലേ. അപ്പൊ അതിൽ നമുക്ക് പ്രോഫിറ്റ് ഒന്നും ഇല്ല, അതാണ് ഉദ്ദേശിച്ചത്. അതായത് നോഷണൽ പ്രോഫിറ്റ് എന്നുള്ള സങ്കല്പമൊന്നുമില്ല. ആക്ച്വലി പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ, ആക്ച്വലി പ്രോഫിറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊരു റിയൽ ട്രാൻസാക്ഷൻ ആണെങ്കിൽ മാത്രമേ നമ്മൾ അതിനെ അക്കൗണ്ട് ചെയ്യുന്നുള്ളൂ. അല്ലെങ്കിൽ അതിന് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ വിടും. ഡ്രോയിങ്സ് ആണെങ്കിൽ ഡ്രോയിങ്സ് ആയിട്ട് വിടും, അത്രേ ഉള്ളൂ. അതുപോലെ തന്നെ ആന്റിസിപ്പേറ്റഡ് പ്രോഫിറ്റ് ഓർ ലോസ്, അതായത് ലാഭം വരുമായിരിക്കും അല്ലെങ്കിൽ നഷ്ടം വരുമായിരിക്കും എന്നൊന്നും പറഞ്ഞിട്ട് നമ്മളൊന്നും ചെയ്യാറില്ല. ആക്ച്വലി നടന്നാൽ നടന്നു, ഇല്ലെങ്കിൽ ഇല്ല, ആ രീതിയിലേ എടുക്കാറുള്ളൂ. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെയാണ് ലീഗാലിറ്റി ഓഫ് ബിസിനസ്. ഇത് ഫസ്റ്റ് ചാപ്റ്റർ മുതൽ നമ്മൾ പറയുന്നതാണ്. അതായത് ബിസിനസിന്റെ ലീഗാലിറ്റി ഒന്നും ആരും നോക്കാൻ പോണില്ല. നിങ്ങൾ ബിസിനസ് ചെയ്തോ, ലാഭം ഉണ്ടാക്കിയോ, എന്നാൽ ടാക്സ് അടയ്ക്കുക. ഗവൺമെന്റിന് അത്രേ ആവശ്യമുള്ളൂ. അല്ലാതെ അത് ലീഗൽ ആണോ ഇല്ലീഗൽ ആണോ എന്ന് അവരപ്പം നോക്കേണ്ട കാര്യമില്ല. ഇല്ലീഗലായി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് വേറെ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് അല്ലെ. ആ ഡിപ്പാർട്ട്മെന്റ് നമ്മളെ വന്ന് പണിഷ് ചെയ്യുക എന്താ വേണ്ട വെച്ചാൽ അവരുടെ ആക്ഷൻ എന്താ വെച്ചാൽ അവരത് എടുത്തോളും. ഇവിടെ ഇൻകം ടാക്സ് പർപ്പസിന് അവരാകെ നോക്കുന്നത് ബിസിനസ് ചെയ്തു പ്രോഫിറ്റ് ഉണ്ടാക്കി എന്നുണ്ടെങ്കിൽ അവർക്ക് അതിന്റെ ടാക്സ് കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്ന് മാത്രമാണ്. പിന്നെ പറയുന്നത് കമ്പൈലേഷൻ ഓഫ് ഇൻകം ഓഫ് ഓൾ ബിസിനസ് ഓർ പ്രൊഫഷൻ. ഒരാൾക്ക് ഒന്നിൽ കൂടുതൽ ബിസിനസ് ചെയ്യാം, യാതൊരു റെസ്ട്രിക്ഷനും ഇല്ല. ഒന്നിൽ കൂടുതൽ ബിസിനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാ ഇൻകത്തിന്റെയും കൂടെ കമ്പൈലേഷൻ എടുത്തിട്ട് നമ്മൾ ടോട്ടൽ ഇൻകം കണക്കാക്കുന്നത്. അപ്പൊ അതിലുള്ള ബെനിഫിറ്റ്സ് എന്താന്നൊക്കെ ഉള്ളത് നമുക്ക് മെല്ലെ കൊണ്ടേ മനസ്സിലാവുള്ളൂ. തൽക്കാലത്തേക്ക് മനസ്സിലാക്കാം. ഒന്നിൽ കൂടുതൽ ബിസിനസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാത്തിന്റെയും കൂടെ നമുക്ക് ഓരോന്നും കാൽക്കുലേറ്റ് ചെയ്ത് എല്ലാം കൂടെ ടോട്ടൽ ചെയ്യാം. ഈ ഒരു ഹെഡിൽ 5 ബിസിനസ് ഉണ്ടെന്നുണ്ടെങ്കിൽ 5 ബിസിനസിന്റെയും സെപ്പറേറ്റ് കണ്ടുപിടിച്ച് ഈ ഹെഡിന്റെ ഇൻകം എന്ന് പറയുന്നത് 5 ബിസിനസ്സും കൂടെ ആഡ് ചെയ്തത് ആയിരിക്കും, അത്രേ ഉള്ളൂ. പിന്നെ ബിസിനസ് ഓഫ് പ്രൊഫഷൻ മസ്റ്റ് ബി ക്യാരിഡ് ഓൺ ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ. അത് നമ്മൾ ആദ്യമേ പറയുന്ന കാര്യമാണ്. ഇൻകം ഓഫ് ദ പ്രീവിയസ് ഇയർ അല്ലെ. പ്രീവിയസ് ഇയർത്തെ ഇൻകം ആണ് നമ്മൾ ടാക്സ് ചെയ്യുക. പിന്നെ ഏതൊക്കെ സിറ്റുവേഷനിലാണ് കറണ്ട് ഇയർ ഇൻകം കറണ്ട് ഇയറിൽ തന്നെ ടാക്സബിൾ എന്നുള്ളതും പഠിച്ചു കഴിഞ്ഞു. അപ്പൊ ഞാൻ അതൊന്നും കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്കറിയാം. ഞാൻ ടെക്സ്റ്റിലുള്ളതുകൊണ്ട് ഞാൻ ഇട്ടുവന്നല്ലോ. അപ്പൊ ജനറൽ പോയിന്റ്സ് ഒരു ഐഡിയ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. അടുത്തത് ഇൻകംസ് നോട്ട് ടാക്സബിൾ അണ്ടർ ദ ഹെഡ് പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓഫ് പ്രൊഫഷൻ. എന്തൊക്കെ ഈ ഒരു ഹെഡിൽ ടാക്സബിൾ ആണെന്ന് മനസ്സിലാക്കുന്നത് പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് എന്തൊക്കെ ഇതിൽ വരില്ല എന്ന് മനസ്സിലാക്കുന്നതും. ഫസ്റ്റത്തെ അത് നമ്മളിപ്പോ പഠിച്ചു കഴിഞ്ഞിട്ടുള്ളൂ, റെന്റ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി അല്ലെ. ഹൗസ് പ്രോപ്പർട്ടി എന്നുള്ള റെന്റ് ഈ ഒരു ഹെഡിൽ വരില്ല. അത് പ്രത്യേകം പറയാൻ കാരണം നമ്മൾ ഹൗസ് പ്രോപ്പർട്ടി പഠിക്കുമ്പോഴും പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്. പക്ഷെ അത് ബിസിനസ്സുമായി റിലേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ അത് ഈ ഒരു ഹെഡിലാണ് ടാക്സബിൾ എന്നുള്ളത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ചില ആൾക്കാർ അവരുടെ ബിൽഡിങ്ങിൽ തന്നെ ബാങ്കിന് വാടകയ്ക്ക് കൊടുത്തു എന്നുണ്ടെങ്കിൽ, ബാങ്ക്, പോലീസ് സ്റ്റേഷൻ അങ്ങനെയുള്ളവർക്കൊക്കെ വാടകയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവിടുന്ന് കിട്ടുന്ന വാടക ബിസിനസ് ഇൻകം എന്നുള്ള ഹെഡിൽ ടാക്സ് ചെയ്യാമെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്നുള്ള ചാപ്റ്റർ പഠിക്കുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ബിസിനസ്സുമായി റിലേറ്റഡ് ആയിട്ട് നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും റെന്റിന് കൊടുത്തു കഴിഞ്ഞാൽ അത് ബിസിനസ് എന്നുള്ള ഹെഡിലാണ് ടാക്സബിൾ. അല്ലാത്ത സിറ്റുവേഷൻസിൽ
കേസിലൊക്കെ അത് ഹൗസ് പ്രോപ്പർട്ടി എന്നുള്ള ഹെഡിലാണ് ടാക്സബിൾ. പിന്നെ ഡിവിഡൻഡ് ഓൺ ഷെയർസ്, ഷെയർസ് നിന്ന് കിട്ടുന്ന ഡിവിഡൻഡ് ഇൻകം ഫ്രം അതർ സോഴ്സസിലാണ് ടാക്സബിൾ, അത് ഈ ഹെഡിൽ അല്ല. അതുപോലെ തന്നെ വിന്നിങ്സ് ഫ്രം ലോട്ടറീസ്, റേസസ് എക്സെട്ര, നമ്മൾ ലോട്ടറിയിൽ നിന്ന് കിട്ടുന്ന വിന്നിങ്സ് അല്ലെ, ലോട്ടറി അടിക്കുന്നത്, അതുപോലെ ഹോഴ്സ് റേസ്, കാർഡ് ഗെയിംസ്, അങ്ങനെ എല്ലാം വരുന്നതൊക്കെ ഇൻകം ഫ്രം അതർ സോഴ്സസ് എന്നുള്ള ഹെഡിലാണ് ടാക്സബിൾ. അതേസമയം ഇപ്പൊ ലോട്ടറിയുടെ കേസിൽ ഇപ്പൊ ലോട്ടറി വിൽക്കുന്ന ആൾക്കാരുണ്ടാവില്ലേ, ലോട്ടറി വിൽക്കുന്ന ആൾക്കാർക്ക് ഇപ്പോ അയാളുടെ കയ്യിലുള്ള എല്ലാ ടിക്കറ്റുകളും വിറ്റ് പോകണമെന്ന് നിർബന്ധമില്ല അല്ലെ. അങ്ങനെ വിറ്റ് പോവാത്ത ഏതെങ്കിലും ടിക്കറ്റ് അയാൾ കൈവശം വെച്ചിട്ട്, അതായത് ലോട്ടറി വിൽപ്പനക്കാരൻ കൈവശം വെച്ചിട്ട് ആ ലോട്ടറി അടിച്ചു വിചാരിക്കുക, അയാൾക്ക് കാശ് കിട്ടി വിചാരിക്കുക, അങ്ങനെയാണെങ്കിൽ അത് ഈ ഹെഡിൽ ടാക്സബിൾ ആവും അയാളുടെ കയ്യിൽ കേട്ടോ. ഒന്നുകൂടെ പറയാം, അത് പൊതുവെ സാധാരണഗതിയിൽ ഇപ്പൊ നമ്മൾ സാധാരണ ആൾക്കാർ ആരെങ്കിലും ലോട്ടറി എടുത്തിട്ട് ലോട്ടറി അടിച്ചു കഴിഞ്ഞാൽ അതിന് കിട്ടുന്ന ഇൻകം ഫ്രം അതർ സോഴ്സസിലാണ് ടാക്സബിൾ. അതേസമയം ഈ ലോട്ടറി വിൽക്കുന്ന ആളുണ്ടാവുമല്ലോ, ലോട്ടറി വിൽക്കുന്ന ആൾക്ക് അയാളുടെ കയ്യിലുള്ള ലോട്ടറികൾ വിറ്റ് പോവാതെ സ്റ്റോക്ക് ബാക്കി വന്നു, അതായത് ടിക്കറ്റ് വിറ്റ് പോവാതെ ബാക്കി വന്നു, അയാൾ കൈവശം തന്നെ വെച്ചു, എന്നിട്ട് അയാളുടെ കയ്യിലുള്ള ലോട്ടറി അടിച്ചാലോ, അയാളുടെ കയ്യിൽ അപ്പൊ അത് ഇൻകം ഫ്രം അല്ലെങ്കിൽ ഇൻകം അണ്ടർ ദ ഹെഡ് PGBP-ലാണ് ടാക്സബിൾ. അത്രേ ഉള്ളൂ. അതുപോലെ തന്നെ എക്സംപ്റ്റഡ് ഇൻകം ആണെങ്കിൽ ഇതിൽ ടാക്സബിൾ അല്ല, നമുക്ക് ഓൾറെഡി അറിയാം സെക്ഷൻ 10, 11 or 13A പ്രകാരം എക്സംപ്ഷൻ ഉള്ള ഇൻകംസ് ആണെങ്കിൽ അത് ടാക്സബിൾ അല്ല. പിന്നെ സം ടാക്സബിൾ അണ്ടർ ദ ഹെഡ് ക്യാപിറ്റൽ ഗെയിൻസ് ഫോർ ദ പർപ്പസ് ഓഫ് സെക്ഷൻ 28(5)A. ഇപ്പൊ ഞാൻ ഒരു എഗ്രിമെന്റിന്റെ കേസ് പറഞ്ഞില്ലേ, എഗ്രിമെന്റിന്റെ കേസിൽ വന്നിട്ട് നമ്മളൊരു ബിസിനസ് ആക്ടിവിറ്റി ചെയ്യില്ല. അപ്പൊ പേനയുടെ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞിരുന്നു, ഒരു കടയിൽ ഫുൾ പേന വിൽക്കുന്നു, അപ്പൊ ഞാൻ സ്റ്റേഷനറി ഐറ്റംസ് വിൽക്കുന്ന ആളാണെങ്കിൽ ഞാനിപ്പോ പേന വിൽക്കില്ല എന്നുള്ള ഒരു എഗ്രിമെന്റ് അവരുമായിട്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞിട്ട് ഒരു എക്സാമ്പിൾ പറഞ്ഞില്ലേ, അതേപോലെയുള്ള ഒരു കേസാണ് സെക്ഷൻ 28(5)A, അതുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ ആ ഒരു ഹെഡിൽ ചില എഗ്രിമെന്റ്സ് നമ്മൾ എൻ്റർ ചെയ്യുന്ന സമയത്ത് അതിന് നമുക്ക് കിട്ടുന്ന എമൗണ്ട് ബിസിനസ് എന്നുള്ള ഇൻകത്തിലല്ല ടാക്സബിൾ, പകരം ക്യാപിറ്റൽ ഗെയിൻ എന്നുള്ള ഹെഡിലാണ് ടാക്സബിൾ ആവുന്നത്. അപ്പൊ അതിനവർ എക്സാമ്പിളും പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു സിറ്റുവേഷനിൽ മാത്രമാണ് അത് അവർ പറയുന്നത്. അപ്പോൾ ആക്ച്വലി ഇതൊക്കെ കുറേയും കൂടെ വൈഡ് ആയിരിക്കും, നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനില്ല, അതുകൊണ്ടാണ് അത് പറഞ്ഞു തരാത്തത്, അത് നോക്കാത്തതും അതുകൊണ്ട് തന്നെയാണ്. ഇതിൽ പറഞ്ഞിട്ടുള്ള കാര്യം മാത്രം നമുക്ക് പഠിച്ചാൽ മതി. ഫോർ എക്സാമ്പിൾ അവർ പറയുന്നത് പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് റൂട്ട് പെർമിറ്റ് ഷാൽ നോട്ട് ബി ടാക്സബിൾ അണ്ടർ ദ ഹെഡ് PGBP. റൂട്ട് പെർമിറ്റ് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ ഈ ബസ്സില്ലേ, ബസ്സിന്റെ കേസിലാണ് ഈ റൂട്ട് പെർമിറ്റ് വരുന്നത്. റൂട്ട് പെർമിറ്റ് എന്ന് വെച്ചാൽ ഒരു റൂട്ടിൽ അവർക്ക് ബസ് ഓടിക്കണം എന്നുണ്ടെങ്കിൽ അവർ റൂട്ട് പെർമിറ്റ് വാങ്ങിക്കണം. ഓൾറെഡി ഒരു ഏരിയയിൽ കുറച്ച് പേര് ബസ് ഉണ്ടാവുമല്ലോ, അപ്പൊ സ്ഥിരമായിട്ട് കുറച്ച് ബസ് നമ്മൾ കാണുന്നില്ലേ, അവരൊക്കെ ഈ റൂട്ട് പെർമിറ്റ് എടുത്തിട്ടാണ് ഈ റൂട്ടിൽ ബസ് ഓടിക്കുന്നത്. അപ്പോ അവർ ആ റൂട്ട് പെർമിറ്റ് വേറൊരാൾക്ക് വിൽക്കുകയാണെങ്കിൽ അപ്പൊ കിട്ടുന്ന ഇൻകം ക്യാപിറ്റൽ ഗെയിൻ എന്നുള്ള ഹെഡിലാണ് ടാക്സബിൾ, അല്ലാതെ PGBP എന്നുള്ളതിലല്ല. അത് അവർ സ്പെസിഫിക് ആയിട്ട് അവരവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സെക്ഷൻ 28(5)A പ്രകാരം ഇനി വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും അങ്ങനെ തന്നെ വരുള്ളൂ. അവരൊരു എക്സാമ്പിളെ നമുക്ക് തന്നിട്ടുള്ളൂ, നമുക്കിതൊന്നും കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടില്ല. അപ്പൊ ഞാൻ ഡീറ്റെയിൽഡ് എന്ന് പറയുന്നതും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നതും കൂടുതൽ ശ്രദ്ധിച്ച് വായിക്കുക, പഠിക്കുക, ബാക്കിയുള്ളതൊന്ന് വായിച്ചു വെക്കുക, നമ്മൾ അറിഞ്ഞിരിക്കണം ഈ ഒരു ഹെഡ് പഠിക്കുന്നതുകൊണ്ട് തന്നെ, അത്രയേ ഉള്ളൂ. അപ്പൊ ഇത്രയും പറയുന്ന ഇൻകംസ് ഒന്നും ടാക്സബിൾ അല്ല, PGBP എന്നുള്ള ഹെഡിൽ ടാക്സബിൾ അല്ല, അത് വേറെ ഹെഡിലാണ് ടാക്സബിൾ. അടുത്തത് എക്സ്പെൻഡിച്ചേഴ്സ് അലൗഡ് ആസ് ഡിഡക്ഷൻ. എന്തൊക്കെ എക്സ്പെൻഡിച്ചർ ആണ് നമുക്ക് ഡിഡക്ഷൻ ആയിട്ട് അലൗ ചെയ്യാൻ പറ്റുക? ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമുക്കറിയാം, ഇപ്പോൾ ബിസിനസ് പ്രൊഫഷൻ എന്നുള്ള ഹെഡിൽ നമുക്ക് ടാക്സബിൾ എന്ന് പറയുന്നത് അതിനുള്ള ലാഭം അല്ലെങ്കിൽ പ്രോഫിറ്റ് ആണ് അല്ലെ, അല്ലാതെ നമുക്ക് കിട്ടുന്ന ഇൻകം അല്ലല്ലോ, അതിന് നമുക്ക് ഉണ്ടാവുന്ന പ്രോഫിറ്റ് ആണ്. അപ്പൊ പ്രോഫിറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ എങ്ങനെയാണ്, ടോട്ടൽ എന്താണ് ഇൻകം മൈനസ് എന്താണ് അതിന് വന്നിട്ടുള്ള എക്സ്പെൻസസ്, അപ്പൊ ആ എക്സ്പെൻസസ് നമുക്ക് മൈനസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തൊക്കെ എക്സ്പെൻസസ് ആണ് മൈനസ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ എക്സ്പെൻസസ് എന്ന് പറയുമ്പോൾ അത് ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട് അല്ലെ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഉണ്ട്, റവന്യൂ എക്സ്പെൻഡിച്ചർ ഉണ്ട്. ഇതിനെക്കുറിച്ചും നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്തതാണ്. അപ്പൊ നമുക്ക് അറിയാവുന്ന കാര്യം തന്നെ അവർ വീണ്ടും പറഞ്ഞിട്ടുണ്ട്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണെന്നുണ്ടെങ്കിൽ അത് അലൗബിൾ അല്ല, അത് നമുക്ക് മൈനസ് ചെയ്യാനായിട്ട് പറ്റില്ല. റവന്യൂ എക്സ്പെൻഡിച്ചേഴ്സ് മാത്രമേ നമുക്ക് മൈനസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നമുക്ക് മൈനസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് പ്രത്യേകം നിയമത്തിൽ പറഞ്ഞിട്ടുണ്ടാവണം, ഇൻകം ടാക്സ് ആക്ടിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നമുക്ക് മൈനസ് ചെയ്യാൻ പറ്റുള്ളൂ. അതേസമയം റവന്യൂ എക്സ്പെൻഡിച്ചർ ആണെങ്കിൽ അത് ഡിഡക്ട് ചെയ്യരുത് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം അത് മൈനസ് ചെയ്യാൻ പാടില്ല. അതായത് റവന്യൂ എക്സ്പെൻഡിച്ചർ ആണെങ്കിൽ നോർമലി അലൗബിൾ ആസ് എക്സ്പെൻസ്, നോർമലി നമുക്കത് റവന്യൂ എക്സ്പെൻസ് നമുക്ക് മൈനസ് ചെയ്യാൻ പറ്റും, ഡിഡക്ട് ചെയ്യാൻ പറ്റും. പ്രത്യേകം അവരത് മൈനസ് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം അത് മൈനസ് ചെയ്യാൻ പാടില്ല, അത് അത്രയേ ഉള്ളൂ. പിന്നെ അടുത്തത് എക്സ്പെൻഡിച്ചർ ഓഫ് നോൺ അസസബിൾ ബിസിനസ്.
ഫോർ എക്സാമ്പിൾ അവർ തന്നിരിക്കുന്നത് എക്സ്പെൻഡിച്ചർ ഫോർ ഏർണിംഗ് അഗ്രികൾച്ചറൽ ഇൻകം ഇസ് നോട്ട് അലൗഡ് ആസ് ഡിഡക്ഷൻ ഫ്രം ഇൻകം ഓഫ് ആൻ അസസബിൾ ബിസിനസ്. അതായത് ഒരു ബിസിനസ് എന്ന് പറയുന്നത് ടാക്സബിൾ ബിസിനസ്സും ഒരെണ്ണം നോൺ ടാക്സബിൾ അല്ലെങ്കിൽ നോൺ അസസബിൾ. ഇപ്പൊ അഗ്രികൾച്ചറൽ ഇൻകം എക്സംപ്റ്റ് ആണ് അല്ലെ. അപ്പൊ അഗ്രികൾച്ചറൽ ബിസിനസ്സിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന നമുക്ക് ഉണ്ടായിട്ടുള്ള ഏതെങ്കിലും എക്സ്പെൻസസ് പിടിച്ചിട്ട് ഇതിൽ നമ്മുടെ നോർമൽ ബിസിനസ്സിൽ എക്സ്പെൻസ് ആയിട്ട് ക്ലെയിം ചെയ്യാനൊന്നും പറ്റില്ല. നമ്മുടെ ഇപ്പോൾ ടാക്സബിൾ ആയിട്ടുള്ള ബിസിനസ് എന്താണോ അതിലേക്ക് എന്ത് എക്സ്പെൻസ് വന്നു അത് മാത്രമേ നമുക്ക് മൈനസ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് തേർഡ് പോയിന്റിലും അവർ അതുമായി റിലേറ്റഡ് ആയിട്ട് തന്നിരിക്കുന്നത്. എക്സ്പെൻഡിച്ചർ മസ്റ്റ് റിലേറ്റ് ടു ദ ബിസിനസ് ഓഫ് ദ അസസി. നമ്മുടെ ബിസിനസ്സുമായി റിലേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിനെ എക്സ്പെൻസ് ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ഒരു ഇൻഡയറക്റ്റ് റിലേഷൻഷിപ്പ് ഒന്നുമല്ല. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ബിസിനസ്സുമായിട്ട് അതിന് ബന്ധം വേണം. എന്നാലേ അങ്ങനെ ഒരു എക്സ്പെൻസ് നമുക്ക് മൈനസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ആന്റിസിപ്പേറ്റഡ് ലോസ് ഓഫ് എക്സ്പെൻഡിച്ചർ നോർമലി അലൗഡ് അല്ല. അതായത് ഇങ്ങനെ ഒരു നഷ്ടം വരും എന്ന് പറഞ്ഞിട്ടൊന്നും നമുക്ക് മൈനസ് ചെയ്യാനായിട്ട് പറ്റില്ല. അതിലാകെ ഒരേ ഒരു ബെനിഫിറ്റ് നമുക്കുള്ളത് പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെറ്റ്സ് ഉണ്ട്. അത് ചില കേസസിൽ ചില ആൾക്കാർക്ക് ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെറ്റ്സിന് പ്രൊവിഷൻ വെച്ചിട്ട് അതിനെ നമുക്കൊരു എക്സ്പെൻസ് ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ ആന്റിസിപ്പേറ്റഡ് ലോസ് അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചർ നോർമലി അലൗഡ് അല്ല. പക്ഷെ പ്രൊവിഷൻ അതിനൊരു എക്സംഷൻ ആണ്. അപ്പൊ പ്രൊവിഷൻ മാത്രം ഏതൊക്കെ കേസിൽ പറ്റും എന്നുള്ളത് പിന്നീട് നമുക്ക് പഠിക്കാം. അതുപോലെ നോഷണൽ എക്സ്പെൻഡിച്ചർ. നോഷണൽ എന്ന് വെച്ചാൽ ആക്ച്വൽ അല്ലാത്തത്. ഇപ്പോ ഞാൻ എന്റെ സ്വന്തം ബിൽഡിങ്ങിലാണ് ബിസിനസ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് ഇതിപ്പോ ഞാൻ വാടകയ്ക്ക് എടുത്തതാണെങ്കിൽ ഈ വാടക കൊടുക്കേണ്ടി വരില്ലേ, അങ്ങനെ കടന്ന് ചിന്തിക്കൊന്നും വേണ്ട. നമ്മളിപ്പോ വാടക കൊടുക്കുന്നില്ലല്ലോ, അതുകൊണ്ട് തന്നെ അത് മൈനസ് ചെയ്യണ്ട. വാടക കൊടുക്കുന്ന ആളാണെങ്കിൽ മൈനസ് ചെയ്യാം, അത്രേ ഉള്ളൂ. അപ്പൊ നോഷണൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് ആക്ച്വൽ അല്ലാതെ നമ്മളിങ്ങനെ ഉണ്ടായാലോ എന്നൊക്കെ പറഞ്ഞ് മൈനസ് ചെയ്യാനുള്ള ഒരു സൗകര്യമൊന്നും ഇവിടെ ഇല്ല. പിന്നെ ഓണസ്റ്റ് ടു പ്രൂഫ് എന്ന് പറയുന്നത് ഈ എക്സ്പെൻസ് അലൗബിൾ ആണ് അല്ല എന്നുള്ളത് പ്രൂവ് ചെയ്യേണ്ടത് നമ്മുടെ കടമയാണ്. അതിന്റെ റെസ്പോൺസിബിലിറ്റി, ഓണസ്റ്റ് മീൻസ് റെസ്പോൺസിബിലിറ്റി, അത് പ്രൂവ് ചെയ്യേണ്ടത്, അതായത് നമ്മളാണ് പ്രൂവ് ചെയ്യേണ്ടത് ഇത് എന്റെ ബിസിനസ്സിൽ ഉണ്ടായിട്ടുള്ള എക്സ്പെൻസ് ആണ്, എനിക്ക് ഇങ്ങനെ ഒരു എക്സ്പെൻസ് ഉണ്ടെങ്കിൽ എന്റെ ബിസിനസ് നേരാവണ്ണം നടത്താൻ പറ്റുള്ളൂ എന്ന് പ്രൂവ് ചെയ്യേണ്ടത് നമ്മളാണ്. അപ്പൊ നിങ്ങൾക്ക് ഇത് കേൾക്കുമ്പോൾ ഇത് എന്താ ഇങ്ങനെയെന്നൊക്കെ തോന്നുന്നുണ്ടാവുമായിരിക്കും. പക്ഷെ റിയൽ ലൈഫിൽ നമ്മൾ നോക്കുമ്പോൾ പലപ്പോഴും ഈ ബുക്കിലുള്ള പോലെയൊന്നും അല്ല. വളരെ കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും എല്ലാ കാര്യങ്ങളും. അപ്പോ അതിനെ ബേസ് ചെയ്തിട്ടാണ് പല കാര്യങ്ങളും അവർ പറയുന്നത്. അപ്പൊ ഈ ഓണസ്റ്റ് പ്രൂഫ് എന്നൊക്കെ പറയുന്നത് അതുകൊണ്ട് തന്നെയാണ്. കാരണം ബിസിനസ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞല്ലോ എത്രയോ കാര്യങ്ങൾ ബിസിനസ് എന്നുള്ളതിൽ പെടും അല്ലെ. ഓരോ ബിസിനസ് ഓരോ തരത്തിലാണ്. എല്ലാ കാര്യങ്ങളും എന്താ പറയാ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ഉണ്ടാവണം എന്നൊന്നുമില്ല. അതുകൊണ്ടാണ് അവർ പറയുന്നത്. അപ്പൊ ചില എക്സ്പെൻസ് അതുമായി ബന്ധപ്പെട്ടതാണോ അല്ലയോ എന്ന് തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ട് വരാം. അതുകൊണ്ടായിരിക്കും അവർ അങ്ങനെ ഒരു പോയിന്റ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഇങ്ങനെ ഒരു എക്സ്പെൻസ് എന്റെ ബിസിനസ്സിന് അത്യാവശ്യമാണ്, ഈ ഒരു എക്സ്പെൻസ് ഉണ്ടെങ്കിൽ എന്റെ ബിസിനസ് നല്ല രീതിയിൽ നടത്താൻ പറ്റുള്ളൂ എന്ന് എനിക്ക് പ്രൂവ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഏത് കോടതിയാണെങ്കിലും അതെനിക്ക് എക്സ്പെൻസ് ആയിട്ട് അലൗ ചെയ്തിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് അവർ അങ്ങനെ ഒരു പോയിന്റ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ എക്സ്പെൻസിനെ കുറിച്ചുള്ള ഒരു ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞത്. അപ്പൊ എക്സ്പെൻസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ നേച്ചറിലുള്ള എക്സ്പെൻസസ് ആണെങ്കിൽ നമുക്ക് ഡിഡക്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഡിഡക്ട് ചെയ്യാൻ പറ്റും എന്ന് സ്പെസിഫൈ ചെയ്തിട്ടുള്ള ക്യാപിറ്റൽ എക്സ്പെൻസസ് ആണെങ്കിൽ ഡിഡക്ട് ചെയ്യാൻ പറ്റും. റവന്യൂ എക്സ്പെൻസസിന് നോർമലി എല്ലാ റവന്യൂ എക്സ്പെൻസസും നമുക്ക് ഡിഡക്ട് ചെയ്യാം. സ്പെസിഫിക്കലി അവർ ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്യരുത്, അത്രയേ ഉള്ളൂ. പിന്നെ നമ്മുടെ നോൺ അസസബിൾ ആയിട്ടുള്ള ബിസിനസ്, അതായത് ടാക്സബിൾ അല്ലാത്ത ഏതെങ്കിലും ഒരു ബിസിനസിന്റെ എക്സ്പെൻസ് എടുത്ത് ടാക്സബിൾ ആയിട്ടുള്ള ഒരു ബിസിനസ്സിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല. നമ്മുടെ ബിസിനസ്സുമായിട്ട് ബന്ധമുള്ള എക്സ്പെൻസസ് മാത്രമേ നമുക്ക് മൈനസ് ചെയ്യാൻ പറ്റുള്ളൂ. ആന്റിസിപ്പേറ്റഡ് ലോസ്, അതായത് വരാനിരിക്കുന്ന എന്തെങ്കിലും നഷ്ടം, ഇങ്ങനെ ഒരു നഷ്ടം വരും എന്ന് പറഞ്ഞ് എനിക്ക് ഒരിക്കലും ഡിഡക്ഷൻ ഒന്നും ക്ലെയിം ചെയ്യാൻ പറ്റില്ല. അതിൽ ഒരേ ഒരു എക്സെപ്ഷൻ ഉള്ളത് പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെറ്റ്സിനാണ്. അതും ചില ആൾക്കാർക്ക് മാത്രം. അപ്പൊ അത് നമുക്ക് പഠിക്കാം. പിന്നെ നോഷണൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് നമ്മൾ റിയൽ അല്ലാത്തത്, നമ്മൾ അസംഷൻ ബേസിസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇപ്പൊ റെന്റ് ഒക്കെയാണ് അതിന് എക്സാമ്പിൾ ആയിട്ട് പറയാനുള്ളത്. അപ്പൊ അങ്ങനെയുള്ളതൊന്നും നോഷണൽ ആയിട്ടുള്ള എക്സ്പെൻസസ് ഒന്നും നമുക്ക് അലൗഡ് അല്ല. ആക്ച്വൽ എക്സ്പെൻസ് ആണെങ്കിൽ മാത്രമേ അലൗ ചെയ്യാറുള്ളൂ. പിന്നെ ഒരു എക്സ്പെൻസ് എന്റെ ബിസിനസ്സുമായി ബന്ധപ്പെട്ടതാണ്, എനിക്ക് അലൗബിൾ ആണ് എന്നുള്ളത് പ്രൂവ് ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റിയും എന്റെ തന്നെയായിരിക്കും, അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്ന ആളുടെ തന്നെ ആയിരിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എക്സ്പെൻഡിച്ചറുമായി ബന്ധപ്പെട്ട് ജനറൽ ആയിട്ട് പറയാനുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇൻട്രൊഡക്ഷൻ പാർട്ട് നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. അടുത്തത് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളതിന് ഒരു 5 സ്ലോട്ടാക്കി ഞാൻ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ നമുക്ക് അഡ്മിസിബിൾ ഡിഡക്ഷൻസ് ഉണ്ട്, സെക്ഷൻ 30 to 37 വരെയുള്ള ഡിഡക്ഷൻസ്. അതായത് ഇപ്പോൾ നമ്മൾ എക്സ്പെൻസ് ഡിഡക്റ്റബിൾ എന്ന് പറഞ്ഞ് പഠിച്ചല്ലോ, ജനറൽ പ്രൊവിഷൻസ് ആണ് നമ്മളിപ്പോൾ വായിച്ചത്. അപ്പോൾ അത് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് വരുന്നതാണ് സെക്ഷൻ 30 to 37, ഏതൊക്കെ എക്സ്പെൻസസ് എങ്ങനെയൊക്കെ നമുക്ക് ഡിഡക്ട് ചെയ്യാം എന്നുള്ളതിന്റെ. അതുപോലെ തന്നെ ഇൻഅഡ്മിസിബിൾ ആയിട്ടുള്ള ഡിഡക്ഷൻസ് ഏതൊക്കെ നമുക്ക് ഡിഡക്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് സെക്ഷൻ 40. അതുപോലെ എക്സ്പെൻസസ് ഓർ പേയ്മെന്റ്സ് നോട്ട് ഡിഡക്റ്റബിൾ ഇൻ സർട്ടൻ സർക്കംസ്റ്റാൻസസ്, ചില സിറ്റുവേഷൻസിൽ നമുക്ക് റെസ്ട്രിക്ഷൻസ് ഉണ്ട്, അത് ഏതൊക്കെയാണ്.
അതുപോലെ പ്രോഫിറ്റ്സ് ചാർജബിൾ ടു ടാക്സ് സെക്ഷൻ 41. അത് കൂടാതെ അതർ പ്രൊവിഷൻസ് പിന്നെയും കുറച്ച് കാര്യങ്ങളൂടെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ജസ്റ്റ് നമുക്ക് അഡ്മിസിബിൾ ഡിഡക്ഷനിൽ ഒരു 2 സെക്ഷൻ നോക്കിയിട്ട് ഇന്നത്തെ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ആദ്യം സെക്ഷൻ 30 ആണ്. സെക്ഷൻ 30 റിലേറ്റഡ് ടു ബിൽഡിംഗ് ആണ്. റെന്റ്, റേറ്റ്, ടാക്സസ്, റിപ്പയേഴ്സ് ആൻഡ് ഇൻഷുറൻസ് ഫോർ ബിൽഡിംഗ്. നമ്മൾ ബിസിനസ് അല്ലെങ്കിൽ പ്രൊഫഷൻ ചെയ്യുന്ന ആ ഒരു ബിൽഡിംഗ്, അതിന്റെ കാര്യത്തിനെ കുറിച്ചാണ് അവർ പറയുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എക്സ്പെൻസസ് ആദ്യം തന്നെ പറയുന്നത് ബിൽഡിംഗ് ഷുഡ് ബി യൂസ്ഡ് ഫോർ ദ പർപ്പസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ. അത് നമുക്കറിയാം അല്ലെ. നമ്മൾ ഒരു ബിൽഡിംഗ് ഉണ്ടെങ്കിൽ അത് റെന്റഡ് ആണെങ്കിലും അല്ലെങ്കിലും നമ്മൾ ആ ബിൽഡിംഗ് നമ്മുടെ ബിസിനസിന്റെ ആവശ്യത്തിന് അല്ലെങ്കിൽ പ്രൊഫഷന്റെ ആവശ്യത്തിന് വേണ്ടി തന്നെ യൂസ് ചെയ്യണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനു വേണ്ടി നമ്മൾ ചെലവാക്കുന്ന എക്സ്പെൻസസ് ആണ് സെക്ഷൻ 30യിൽ നമുക്ക് അലോവബിൾ. എന്തൊക്കെ എക്സ്പെൻസ് ആണെന്നുള്ളത് നോക്കാം. ഫസ്റ്റത്തെ കാര്യം നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഈ ഒരു ബിൽഡിംഗ് നമ്മൾ നമ്മുടെ ബിസിനസ്സിനോ പ്രൊഫഷനോ വേണ്ടി ഉപയോഗിക്കുന്നത് ആയിരിക്കണം. പിന്നെ പറയുന്നത് റെന്റ് പെയ്ഡ് ടു പ്രൊപ്പറൈറ്റർ ഡിസലൗഡ് ബട്ട് റെന്റ് പെയ്ഡ് ബൈ ഫേം ടു ഇറ്റ്സ് പാർട്ട്ണർ ഫോർ യൂസിംഗ് ഇറ്റ്സ് പ്രിമൈസസ് ഇസ് ആൻ അലൗഡ് എക്സ്പെൻഡിച്ചർ. എന്റെ വിശ്വാസപ്രകാരം നമ്മൾ ഈ പോയിന്റ് ഇതിന് മുന്നേയും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, എന്നാലും ഞാൻ പറഞ്ഞുതരാം. അതായത് ഇപ്പോൾ എന്റെ സ്വന്തം ബിൽഡിങ്ങിന് ഞാൻ എനിക്ക് തന്നെ വാടക എന്ന് പറഞ്ഞിട്ട് ഒരു എക്സ്പെൻസ് എഴുതണം. നിങ്ങൾ എന്നെ ആലോചിച്ച് നോക്കുക, അതിൽ എന്ത് ലോജിക്കാണുള്ളത്? എന്റെ സ്വന്തം ബിൽഡിങ്, ഓക്കെ, എന്റെ സ്വന്തം ബിൽഡിംഗ് ഞാൻ ഒരു പ്രൊപ്പറൈറ്റർഷിപ്പ് ബിസിനസ് ചെയ്യണു. പ്രൊപ്പറൈറ്റർഷിപ്പ് അതായത് ഒറ്റയ്ക്ക് ഒരു ബിസിനസ് ചെയ്യണു. എന്നിട്ട് ഞാൻ ആലോചിക്കുകയാണ് ഇതേപോലത്തെ ഒരു ബിൽഡിങ്ങിന് വാടക ഇപ്പൊ മാസം ഒരു 5000 രൂപ വരും. അങ്ങനെയാണെങ്കിൽ എല്ലാ മാസവും 5000 രൂപ വാടക എന്ന് പറഞ്ഞ ഒരു ചെലവ് എഴുതാം. അങ്ങനെ ഞാൻ ചെലവ് എഴുതുന്നതിൽ എന്ത് ലോജിക്കാണുള്ളത്? കാരണം ആ ഒരു 5000 രൂപ എന്ന് പറഞ്ഞ് ഞാൻ എന്റെ ബിസിനസിന് എക്സ്പെൻസ് എഴുതി, അത് കിട്ടുന്നതും എനിക്ക് തന്നെയാണ് അല്ലെ. അതുകൊണ്ട് തന്നെ ഇൻകം ടാക്സിന്റെ വ്യൂ പോയിന്റിൽ അങ്ങനെ ഒരു എക്സ്പെൻസ് നമ്മൾ അലൗ ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഒരാൾ തന്നെയാണ് എക്സ്പെൻസും എഴുതുന്നത്, അയാൾക്ക് തന്നെയാണ് ഇൻകം കിട്ടുന്നത്. അപ്പൊ അത് ഒരു നിൽ ഇഫക്റ്റ് ആയതുകൊണ്ട് തന്നെ ഇൻകം ടാക്സ് പ്രകാരം അങ്ങനെ ഒരു എക്സ്പെൻസ് അലൗ ചെയ്യില്ല. അതേസമയം പാർട്ട്ണർഷിപ്പിന്റെ കേസ് ആണെങ്കിൽ, ഇപ്പൊ ഞാൻ ഒറ്റയ്ക്കല്ല ബിസിനസ് ചെയ്യുന്നത്, ഇതൊരു പാർട്ണർഷിപ്പ് ബിസിനസ് ആണ്, എന്റെ പേരിലുള്ള ബിൽഡിംഗ് ആണ്. പക്ഷെ ഇതൊരു പാർട്ണർഷിപ്പ് ബിസിനസ് ആയതുകൊണ്ട് തന്നെ ഒരു ഇൻഡിവിജ്വൽ പാർട്ട്ണർക്ക് റെന്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് പാർട്ട്ണർഷിപ്പ് ബിസിനസിന് എക്സ്പെൻസ് ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റും. കാരണം എന്താണ്? അത് അയാൾ ഒറ്റയ്ക്കുള്ള ബിസിനസ് അല്ല, അതൊരു പാർട്ണർഷിപ്പ് ആണ്. ഈ ബിൽഡിംഗ് അല്ലെങ്കിൽ വേറൊരു ബിൽഡിംഗ്, അത്രയേ ഉള്ളൂ അവിടെ വ്യത്യാസം. അല്ലെങ്കിൽ ഇയാൾക്ക് അല്ലെങ്കിൽ വേറൊരാൾക്ക് നമ്മൾ പേയ്മെന്റ് കൊടുക്കണം, അത്രയേ ഉള്ളൂ വ്യത്യാസം. അതുകൊണ്ട് തന്നെ പാർട്ണർഷിപ്പ് ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ ഒരു പാർട്ട്ണറുടെ ബിൽഡിംഗ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അയാൾക്ക് വാടക കൊടുക്കുന്നുണ്ടെങ്കിൽ അത് എക്സ്പെൻസ് ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റും. പിന്നെ റിപ്പയേഴ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ കറണ്ട് റിപ്പയേഴ്സ് മാത്രമേ നമുക്ക് എക്സ്പെൻസ് ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. ക്യാപിറ്റൽ നേച്ചറിലുള്ള റിപ്പയേഴ്സ് ഒന്നും നമുക്ക് എക്സ്പെൻസ് ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. പിന്നെ മുനിസിപ്പൽ ടാക്സസിന്റെ കാര്യം പറയുന്നത്, അതായത് റേറ്റ്സ് ആൻഡ് ടാക്സസ്, അതായത് ഇപ്പോൾ ലാൻഡ് റവന്യൂ അല്ലെങ്കിൽ മുനിസിപ്പൽ ടാക്സ് അങ്ങനെയുള്ള എക്സ്പെൻസസ് വല്ലതും ഉണ്ട് എന്നുണ്ടെങ്കിൽ അതൊക്കെ ക്യാഷ് ബേസിസിൽ നമുക്ക് ഡിഡക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ആക്ച്വലി പേ ചെയ്താൽ മാത്രമേ നമുക്ക് ഡിഡക്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ സെക്ഷൻ 43B നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് വരും. സെക്ഷൻ 43Bയിൽ പറയുന്ന കാര്യമാണ് ക്യാഷ് ബേസിസിൽ മാത്രം ഡിഡക്ട് ചെയ്യാൻ പറ്റുന്ന എക്സ്പെൻസസ് എന്നുള്ളത്. അത് ഡീറ്റെയിൽഡ് ആയിട്ട് വരും. എനിവേ ഇവിടെ തന്നെ ഇത് പഠിച്ചു വെക്കുക. അപ്പൊ മുനിസിപ്പൽ ടാക്സസ് ഇൻ റിലേറ്റഡ് ടു ബിൽഡിംഗ് ആണെങ്കിൽ അത് ആക്ച്വലി പേ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ, എക്സ്പെൻസ് ആയിട്ട് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ സെക്ഷൻ 30 അത്രയേ ഉള്ളൂ. അടുത്തത് സെക്ഷൻ 31 ആണ്. അപ്പോൾ സെക്ഷൻ 31ൽ പറയുന്നത് റിപ്പയർസ് ആൻഡ് ഇൻഷുറൻസ് ഓഫ് മെഷീനറി, പ്ലാന്റ് ആൻഡ് ഫർണിച്ചർ. പ്ലാന്റ് ആൻഡ് മെഷീനറി അതുപോലെ ഫർണിച്ചറിന്റെ ഒക്കെ റിപ്പയേഴ്സും ഇൻഷുറൻസും മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ സെക്ഷൻ 31ൽ. അത് നോട്ട് ചെയ്യുക. അപ്പോൾ പ്ലാന്റ് ആൻഡ് മെഷീനറി അതുപോലെ പ്ലാന്റ് ഫർണിച്ചറുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും റിപ്പയറോ ഇൻഷുറൻസോ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്ലാന്റ് മെഷീനറി അല്ലെങ്കിൽ ഫർണിച്ചർ നമ്മൾ നമ്മുടെ ബിസിനസ് അല്ലെങ്കിൽ പ്രൊഫഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള എക്സ്പെൻസ് അലൗഡ് ആണ്. പിന്നെ കറണ്ട് റിപ്പയർസ് മാത്രം നമുക്ക് ഡിഡക്ഷൻ ആയിട്ട് എടുക്കാൻ പറ്റുള്ളൂ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അതുപോലെ ഇൻഷുറൻസ് എക്സ്പെൻസ് വല്ലതും ഉണ്ടെങ്കിൽ അത് നമുക്ക് ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റും. അത്രേ സെക്ഷൻ 31ൽ പറയുന്നുള്ളൂ. അപ്പൊ 31 ആക്ച്വലി ഏറ്റവും ചെറിയ സെക്ഷൻസ് ആണ്, അതുകൊണ്ടാണ് അത് ഡിസ്കസ് ചെയ്തത്. അടുത്തത് നമുക്ക് സെക്ഷൻ 32 വരുന്നുണ്ട്, ഡിപ്രീസിയേഷൻ ആണ്. അത് ഒരു വലിയ ടോപ്പിക് ആണ്, അത് തന്നെ ചിലപ്പോൾ ഒരു മണിക്കൂറിന് മേലെ എടുത്തുവന്നിരിക്കും. അപ്പോൾ ഇതുവരെയുള്ളതാണ് നമുക്ക് ഒരു ഇൻട്രൊഡക്ഷനിൽ ഞാൻ കവർ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഇത്രയും പഠിപ്പിച്ചെന്ന കാര്യങ്ങൾ, ഇത് ഈ ഒരു ചാപ്റ്ററിന്റെ തുടക്കമാണ്, വളരെ വലിയ ചാപ്റ്റർ ആണ്. അപ്പോൾ ലാസ്റ്റ് എത്തുമ്പോഴേക്കും ഫസ്റ്റ് പഠിച്ചത് മറക്കാതിരിക്കാൻ ഫസ്റ്റത്തെ പോർഷൻ, ഇന്ന് എടുത്തിട്ടുള്ള പോർഷൻ നല്ല രീതിയിൽ പഠിക്കുക, മനസ്സിലാക്കുക. താങ്ക് യു.